Hi all, welcome to the NEET Final Lab Revision class of Universal Institute Kottakkal. ഇന്ന് ഞാനെത്തിയിട്ടുള്ള ഫിസിക്സിലെ തെർമോഡൈനാമിക്സ് ചാപ്റ്റർ ആയിട്ടാണ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നീറ്റ് ക്രാഷ് ക്ലാസ് ഈ മാർച്ച് 20 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കീം ക്രാഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 27. നീറ്റ് JEE 2026 പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കുള്ള റിപ്പീറ്റേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിലേക്കുള്ള എൻട്രൻസ് എക്സാമിനേഷനെങ്കിൽ അഡ്മിഷൻ ടെസ്റ്റ് ഉള്ളത് ഏപ്രിൽ 2 അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ ഓഫീസായിട്ടോ അല്ലെങ്കിൽ ഫാക്കൽറ്റീസായിട്ടോ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർക്ക് മൂവ് ചെയ്യാം. തെർമോഡൈനാമിക്സ്. അപ്പോൾ ഈ ചാപ്റ്റർ പറയുകയാണെങ്കിൽ നീറ്റിലെ വളരെ സിമ്പിളായിട്ടാണ് ഈ ചാപ്റ്റർ ഒന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഒരു 10 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ ചില വർഷങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ചില ക്വസ്റ്റ്യങ്ങൾ 2 ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. ഈ ചാപ്റ്റർ ഒരു അനലിറ്റിക്കൽ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്ന ഒരു അനലിറ്റിക്കൽ മെത്തേഡായിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഗ്രാഫ് ഒന്ന് ഐഡന്റിഫൈ ആണ്, ഗ്രാഫ് വെച്ച് നമുക്കൊരു പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടായിരിക്കണം ഈ ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് ഞാൻ പോവാണ്. ഫസ്റ്റ് കെമിസ്ട്രിയിൽ നിങ്ങൾ തെർമോഡൈനാമിക്സ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ തെർമോഡൈനാമിക്സ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽ വിത്ത് സ്റ്റഡി ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് ആൻഡ് കൺവേർഷൻ ഓഫ് വൺ ഇൻ ടു അതർ. ഹീറ്റിൻ്റെ വർക്കിൻ്റെ സ്റ്റഡിയാണ് നമ്മൾ തെർമോഡൈനാമിക്സിൽ സ്റ്റഡി ചെയ്യുന്നത്. അതുപോലെ ഹീറ്റിനെ എങ്ങനെ വർക്കായിട്ട് മാറാം, അതുപോലെ വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇവിടെ മെയിനായിട്ട് മെക്കാനിക്കൽ വർക്കാണ്. അതുപോലെ തിരിച്ച് വർക്ക് എങ്ങനെ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിൽ വരുന്നതാണ് തെർമോഡൈനാമിക് വേരിയബിൾസ്. അപ്പോൾ ഈ തെർമോഡൈനാമിക് വേരിയബിൾസ് സാധാരണ നമ്മൾ മാത്തമാറ്റിക്കലാണ് വേരിയബിൾസ് എന്ന് പറയാറുള്ളത്. വേരിയബിൾസ് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സാധാരണ വേരിയബിൾസ് എന്ന് പറയാറുള്ളത്. അപ്പോൾ തെർമോഡൈനാമിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു മെക്കാനിക്സ് ആണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ, ഫിസിക്സിലെ മെക്കാനിക്സ് ബ്രാഞ്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മോഷൻ സ്റ്റൈൽ, അതിന് പ്ലെയിൻ, അതുപോലെ ലോസ് ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളോട് കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പറയാറുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ്, അതുപോലെ ടൈം, വെലോസിറ്റി, ആക്സിലറേഷൻ, മൊമെൻറ്റം, ഫോഴ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ തെർമോഡൈനാമിക്സ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് തെർമോഡൈനാമിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ്. ഫോർ എക്സാമ്പിൾ തെർമോഡൈനാമിക്സ് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട് ഹീറ്റ്, അതുപോലെ വർക്ക്, പ്രഷർ, ടെമ്പറേച്ചർ, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഹെൽമോൾട്സ് ഫ്രീ എനർജി, ഗിബ്സ് ഫ്രീ എനർജി, കെമിക്കൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്ത് വിളിക്കുന്ന പേരാണ് എന്ത്? തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ്. ഈ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ അതാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ ഒന്നാമത് വരുന്നതാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് വിച്ച് ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി പാത്ത് ഫോർവേഡ്. ഫോർ എക്സാമ്പിൾ അതിന് എക്സാമ്പിളാണ് ഇന്റേണൽ എനർജി, എൻട്രോപ്പി. ഇന്റേണൽ എനർജി, എൻട്രോപ്പി സ്റ്റേറ്റ് ഫംഗ്ഷൻ. അതായത് ഈ ഇന്റേണൽ എനർജിയുടെ എൻട്രോപ്പിയുടെയും ചേഞ്ച് അതിൻ്റെ ആ സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിനും ഫൈനൽ സ്റ്റേറ്റും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇതൊരു തെർമോഡൈനാമിക് സ്റ്റേറ്റ് ആണ്. പ്രഷർ P1, വോളിയം V1. ഇവിടുന്ന് ഒരു പ്രോസസ് നടക്കുകയാണ്. ഫൈനലി പ്രഷർ P2 ആവുന്നു, വോളിയം V2 ആവുന്നു. ഇതിങ്ങനെ ഒരു പാത്തിലൂടെ നടക്കുന്നത്. A എന്നുള്ളൊരു പാത്തിലൂടെയാണ് നടക്കുന്നത്. ഈ ഫോർ എക്സാമ്പിൾ B എന്നുള്ളൊരു പാത്തിലൂടെ നടക്കണം. B എന്നുള്ള പാത്തിലൂടെ നടക്കുമ്പോഴും അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് P1, V1, ഫൈനൽ സ്റ്റേറ്റ് P2, V2. അപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. പ്രഷർ P1, V1 എന്നുള്ള സ്റ്റേറ്റ് P2, V2 എന്നുള്ള സ്റ്റേറ്റ് ആയിട്ട് മാറണം. അപ്പോൾ അവിടെ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള പാത്തിലൂടെ നടക്കും. ഒന്ന് A എന്നുള്ള പാത്തിലൂടെ നടക്കുന്ന, മറ്റ് B എന്നുള്ള പാത്തിലൂടെ നടക്കുകയാണ്. ഈ 2 പാത്തിലൂടെ നടന്നു കഴിഞ്ഞാലും ഇതൊരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ ആ 2 പാത്തിൻ്റെ ചേഞ്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് ഡെൽറ്റ UA ഈക്വൽ ടു ഡെൽറ്റ UB എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ 2 പാത്ത് ഡിഫറൻ്റ് ആണ്. പാത്ത് ഡിഫറൻ്റ് ആണെങ്കിലും ഇനീഷ്യൽ 2 പാത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം ആയത്. 2 പാത്തിലുണ്ടാകുന്ന ഇൻറ്റേജറിലെ ചേഞ്ച് സെയിം ആയിരിക്കും. അതുപോലെ 2 പാത്തിലുണ്ടാകുന്ന എൻട്രോപ്പിയുടെ ചേഞ്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ നേരെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് കാറ്റഗറിയാണ് പാത്ത് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റേറ്റിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുക. ഇത് ആക്ച്വലി എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് ഒക്കെ സെയിം ആണ്, പാത്തിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ P1, V1 എന്നുള്ള സ്റ്റേറ്റ്, അത് P2, V2 എന്നുള്ള സ്റ്റേറ്റ് ആയിട്ട് മാറും. അപ്പോൾ അതൊരു A എന്നുള്ള സ്റ്റേറ്റിലൂടെ പോകുന്നുണ്ട്, ഇങ്ങനെ B എന്നുള്ള സ്റ്റേറ്റിലൂടെ പോകുന്നുണ്ട്, C എന്നുള്ളൊരു സ്റ്റേറ്റിലൂടെ പോകുന്നുണ്ട്. 3 ഡിഫറെൻറ്റ് പാത്തിലൂടെയാണ് ഈ പ്രശ്നം നടക്കുന്നത് വിചാരിക്കാം. ഡിഫറെൻറ്റ് പാത്തിലൂടെ പ്രശ്നം നടക്കുന്നുണ്ട്. പക്ഷെ 3 പാത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും എന്താണ്? സെയിം ആണ്. അവിടെ പ്രഷർ P1, V1, ഇനീഷ്യൽ പ്രഷർ P1, V1, ഫൈനൽ പ്രഷർ P2, V2. അപ്പോൾ ഇങ്ങനെ നടന്നു കഴിഞ്ഞാലും ഇവിടെ ഇതൊരു പാത്ത് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ 3 സ്റ്റേറ്റിലൂടെ അല്ലെങ്കിൽ 3 പാത്തിലൂടെ ഉണ്ടാകുന്ന ചേഞ്ച് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളത് ഹീറ്റും വർക്കും മാത്രമാണ് പാത്ത് ഫംഗ്ഷൻ ആയിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ക്വാണ്ടിറ്റീസ് ഏതായിരിക്കും? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഈ 3 പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ വർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ഡെൽറ്റ WA നോട്ട് ഈക്വൽ ടു ഡെൽറ്റ WB നോട്ട് ഈക്വൽ ടു ഡെൽറ്റ WC എന്ന് വരും. അതുപോലെ ഡെൽറ്റ QA നോട്ട് ഈക്വൽ ടു ഡെൽറ്റ QB നോട്ട് ഈക്വൽ ടു ഡെൽറ്റ QC ആയിരിക്കും.
അപ്പോൾ ഇവിടെ ഈ പാത്ത് ഫങ്ഷൻസ് പാത്തിന് ഡിപ്പെൻഡ് ചെയ്യേണ്ട. അപ്പോൾ പാത്ത് ഡിഫറെൻ്റ് ആണെങ്കിൽ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ചേഞ്ച് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ ആകെ ഓർത്ത് വെക്കുക, ഹീറ്റും വർക്കും മാത്രമേ ഏതായിട്ട് വരുന്നുള്ളൂ, പാത്ത് ഫംഗ്ഷൻ ആയിട്ട് വരുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഏതായിരിക്കും, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി വേറൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ അതാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് ആൻഡ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ്. ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ദാറ്റ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി സൈസ് ഓർ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസന്റ്. അതായത് ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ സബ്സ്റ്റൻസിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് ഇത് ഇന്റൻസീവ്. ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ഇത് എക്സ്റ്റൻസീവ്. അപ്പോൾ ഇന്റൻസീവിന് എക്സാമ്പിൾ ആണ് ടെമ്പറേച്ചർ, ഡെൻസിറ്റി, ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്. എക്സ്റ്റൻസീവിന് എക്സാമ്പിൾ ആണ് മാസ്, വോളിയം, വെയിറ്റ്, അതുപോലെ നമ്പർ ഓഫ് മോൾസ് ഒക്കെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കാം, ഇവിടെ ഒരു തെർമോഡൈനാമിക് സിസ്റ്റം ഉണ്ട് വിചാരിക്കും. ഈ തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ T, ഡെൻസിറ്റി ρ, ബോയിലിംഗ് പോയിന്റ് ഫോർ എക്സാമ്പിൾ BP, അതുപോലെ ഇതിന്റെ മാസ് M, വോളിയം V, അതുപോലെ ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് ഞാൻ N ആയിട്ട് എടുക്കണം. അപ്പോൾ നോക്കാം, ഇത് ഞങ്ങൾ കട്ട് ചെയ്ത് വിചാരിക്കാം. ഇതിനെ ഞാൻ ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യണം. ഈ തെർമോഡൈനാമിക് സിസ്റ്റത്തിനെ 2 ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഞാൻ പ്രഷറും കൂടെ ഇതിന്റെ പ്രഷർ P ഈക്വൽ പാർട്ടായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പാർട്ടീഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. 1, 2 പാർട്ടീഷൻ, 2 ഈക്വൽ ഹാഫ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഈക്വൽ ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓരോ പകുതിയിലും ടെമ്പറേച്ചർ TN ആയിരിക്കും, ഡെൻസിറ്റി ρN ആയിരിക്കും, ബോയിലിംഗ് പോയിന്റ് BPN ആയിരിക്കും, പ്രഷർ PN ആയിരിക്കും. പക്ഷെ ഇതിലെ ഓരോ പാർട്ടീഷനിൽ വരുന്ന മാസ് എന്തായി ഉണ്ടാവും, പകുതിയായി ഉണ്ടാവും. വോളിയം പകുതിയായി ഉണ്ടാവും. നമ്പർ ഓഫ് മോൾസ് എന്തായി ഉണ്ടാവും, പകുതിയായി ഉണ്ടാവും. അപ്പോൾ നോക്കുക, ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളൊരു സിസ്റ്റത്തിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റത്തിനെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ്, ഈ സിസ്റ്റത്തിന് നിങ്ങൾ ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് കയറ്റ് അതിൽ ഒരു ഹാഫ് എടുക്കുകയാണെങ്കിൽ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണെങ്കിൽ അതെന്തായി ഉണ്ടാവും, ഹാഫ് ആയി ഉണ്ടാവും. ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ത് ഉണ്ടാവില്ല, നോ ചേഞ്ച്. ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ത് ഉണ്ടാവില്ല, അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റത്തിന് നിങ്ങൾ ഈക്വൽ ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് അത് ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ക്വാണ്ടിറ്റി ഹാഫ് ആവുന്നുണ്ട്, ആ പാരാമീറ്റേഴ്സ് എന്തായി ഉണ്ടാവും, ഹാഫ് ആയി ഉണ്ടാവും. ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്തിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പോൾ ആ പ്രോപ്പർട്ടീസ് എന്ത് ഉണ്ടാവില്ല, ചേഞ്ച് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയും ഒരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയും നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കും, എക്സ്റ്റൻസീവ് ആയിരിക്കും. ഇതാണ് ഇതിന്റെ റിലേഷൻ. എക്സ്റ്റൻസീവ് ഇൻറ്റു ഇന്റൻസീവ് ഓൾവേസ് ഗീവ് എ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. ഇതിന്റെ എക്സാമ്പിൾ ആണ് എക്സ്റ്റൻസീവിന്റെ ഒരു എക്സാമ്പിൾ ആണ് വോളിയം. ഇന്റൻസീവിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡെൻസിറ്റി. വോളിയം ഇൻറ്റു ഡെൻസിറ്റി ചെയ്താൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് മാസ്. മാസ് എങ്ങനത്തെ ക്വാണ്ടിറ്റിയാണ്, എക്സ്റ്റൻസീവ് ക്വാണ്ടിറ്റിയാണ്. മാസ് അവിടെ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. എക്സ്റ്റൻസീവിന്റെ ഇന്റൻസീവിന്റെ പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും, എക്സ്റ്റൻസീവ് ആയിരിക്കും. നെക്സ്റ്റ് ആണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ടാവും. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ശരിക്കും ഡിഫൈൻ ചെയ്യുന്നത് ടെമ്പറേച്ചർ എന്നുള്ള കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. തെർമൽ ഇക്വിലിബ്രിയം ആണ് ശരിക്കും സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറഞ്ഞത്. ഇക്വാലിറ്റി ഓഫ് ടെമ്പറേച്ചർ ഇസ് ദ ഓൺലി കണ്ടീഷൻ ഫോർ ദി തെർമോഡൈനാമിക് സിസ്റ്റം ടു ബി ഇൻ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയത്തിലാവണമെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറുകൾ മാത്രം എന്തായാലും മതി, കോൺസ്റ്റന്റ്. ബാക്കി എല്ലാ ക്വാണ്ടിറ്റി ഡിഫറെന്റ് ആണെങ്കിലും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ 2 സിസ്റ്റം എന്തിലായിരിക്കും, തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറഞ്ഞത്. അപ്പോൾ ഇത് ടെമ്പറേച്ചർ എന്നുള്ള കൺസെപ്റ്റ് ആണ് ശരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന ഒന്നാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആക്ച്വലി ഇറ്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഇത് ക്വസ്റ്റ്യൻ വരാണ്ട് ഇറ്റ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഫിസിക്സിന്റെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഒന്നായാലും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ് ശരിക്കും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫൈൻ ചെയ്യുന്നത് നമ്മളൊരു സിസ്റ്റത്തിൽ നിങ്ങളൊരു ഹീറ്റ് കൂടെയാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു സിലിണ്ടർ എടുത്തിട്ടുണ്ട്, സിലിണ്ടറിനകത്ത് ഗ്യാസ് മോളിക്യൂൾ ഉണ്ട്, ഇവിടെ മേലെ ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ഗ്യാസിനെ നിങ്ങൾ താഴ്ന്ന് ഹീറ്റ് ചെയ്യുന്നു. ഗ്യാസിനെ താഴ്ന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് മോളിക്യൂളിന്റെ സ്പീഡ് കൂടും. ഗ്യാസ് മോളിക്യൂളിന്റെ സ്പീഡ് കൂടുക എന്നാണ് ഗ്യാസ് മോളിക്യൂളിന്റെ കൈനറ്റിക് എനർജി കൂടാണ്. കൈനറ്റിക് എനർജി കൂടുക എന്നാണ് ശരിക്കും അവിടെ ഇന്റേണൽ എനർജി കൂടാണ്. ഗ്യാസ് നിങ്ങൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യും. ഇവിടെ പോയിട്ട് മേലത്തെ ഈ വാളിൽ പോയിട്ട് ഇത് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ആ പിസ്റ്റൺ അത് കൊളീഷൻ കാരണം പിസ്റ്റൺ മേലേക്ക് റൈസ് ചെയ്യും. പിസ്റ്റൺ മേലേക്ക് റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഗ്യാസ് ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദ ഹീറ്റ് ഗിവൻ ടു സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ഇന്റേണൽ എനർജി ആൻഡ് വർക്ക് ഡൺ അഗൈൻസ്റ്റ് സറൗണ്ടിങ്. നോക്കുക, ഡെൽറ്റ ക്യൂ ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി, ഇന്റേണൽ എനർജി ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. വർക്ക് ചെയ്യാൻ അവിടെ എനർജി വേണം, എനർജി ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് വെച്ചിട്ട് ഇന്റേണൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ അത്
വർക്ക് ഡൺ അഗേൻസ്റ്റ് എന്തായിട്ട് മാറുന്നു, സറൗണ്ടിങ് കൂടെ ആയിട്ട് മാറും. അപ്പോൾ ആക്ച്വലി ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്താണ്, എനർജി തന്നെയാണ്. നെക്സ്റ്റ് ആണ് കാൽക്കുലേഷൻ ഓഫ് വർക്ക് ഡൺ ഫ്രം PV ഡയഗ്രം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണിത്. നല്ലൊരു അനാലിറ്റിക്കൽ സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ PV ഗ്രാഫ് എന്ന് എങ്ങനെയാണ് വർക്ക് കാണുക, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏരിയ അണ്ടർ ദി PV ഗ്രാഫ്, ഏരിയ അണ്ടർ ദി PV ഗ്രാഫ് ഈസ് ഗിവൺ ദി വർക്ക് ഡൺ. PV ഗ്രാഫിന് താഴെയുള്ള ഏരിയയാണ് വർക്ക് തരിക. വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏരിയ അണ്ടർ ദി PV ഗ്രാഫ്, PV ഗ്രാഫിൻ്റെ താഴോട്ടുള്ള ഏരിയയാണ് നിങ്ങൾക്ക് അവിടെ വർക്ക് തരിക. ഫോർ എക്സാമ്പിൾ, സാധാരണ നമ്മൾ PV ഗ്രാഫ് വരയ്ക്കുമ്പോൾ നോർമലി നമ്മളൊരു PV ഗ്രാഫ് വരക്കുകയാണെങ്കിൽ എക്സ് ആക്സിൽ വരക്കുന്നത് വോളിയം ആയിരിക്കും, വൈ ആക്സിൽ വരക്കുന്നത് പ്രഷർ ആയിരിക്കും. തിരിച്ചും വരക്കാം, പക്ഷേ ആസ് എ ഡീഫോൾട്ട് നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്ററാണ് എക്സ് ആക്സിൽ വരയ്ക്കുക വോളിയം, ഡിപ്പെൻഡൻറ്റ് പാരാമീറ്ററാണ് വൈ ആക്സിൽ വരയ്ക്കുക, അത് പ്രഷറാണ്. അപ്പോൾ പ്രഷർ വോളിയം ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ ഗ്രാഫ് ഏത് ഷേപ്പിൽ വരാം, റിയാക്ഷൻസ് ഗ്രാഫ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഗ്രാഫിൻ്റെ താഴോട്ടുള്ള ഏരിയ എടുക്കേണ്ടത്, ഗ്രാഫിൻ്റെ താഴോട്ടുള്ള ഏരിയ, വോളിയം ആക്സിൻ്റെ താഴോട്ടുള്ള ഏരിയ നിങ്ങൾ വർക്കായിട്ട് കൺസിഡർ. അപ്പോൾ PV ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്തിൻ്റെ ഏരിയ കണ്ടാൽ വർക്ക് കിട്ടും. നേരെ മറിച്ച് ഒരാൾ തിരിച്ചു തന്നു വിചാരിക്കുക, ഇങ്ങനെയും തരാം ചില കേസിൽ. എക്സ് ആക്സിൽ പ്രഷർ, വൈ ആക്സിൽ വോളിയം, ഗ്രാഫ് ഇങ്ങനെയാണ് വിചാരിക്കാം. ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ PV ഗ്രാഫിൻ്റെ താഴോട്ടുള്ള ഏരിയ, ഗ്രാഫിൻ്റെ താഴോട്ടുള്ള ഏരിയ, പക്ഷെ വോളിയം ആക്സിലോട്ടായിരിക്കും നിങ്ങൾ ഏരിയ കൺസിഡർ. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഈ ഭാഗമായിരിക്കും ഗ്യാസ് ചെയ്യുന്ന വർക്കായിട്ട് വരും. മനസ്സിലായോ? എന്തായാലും വോളിയം ആക്സിൻ്റെ അടുത്തോട്ടുള്ള ഏരിയ നിങ്ങൾ വർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഏരിയ അണ്ടർ ദ ഗ്രാഫ് നമ്മൾ സിമ്പിളായിട്ട് പറയുമെങ്കിലും വോളിയം ആക്സിൻ്റെ താഴോട്ടുള്ള ഏരിയ നിങ്ങൾ വർക്കായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, നമ്മൾ വർക്ക് കാണുന്നു, പക്ഷെ വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ മനസ്സിലാക്കണം. സാധാരണ നമ്മൾ പറയാറുണ്ട് വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഡബ്ല്യൂൻ്റെ ഇക്വേഷൻ P ഡെൽറ്റ V എന്നാണ്. പ്രഷർ എപ്പോഴും പോസിറ്റീവ് വരുള്ളൂ. ഈ വർക്ക് പോസിറ്റീവ് ആണോ നോക്കാൻ ഡെൽറ്റ V പോസിറ്റീവ് ആണോ നോക്കുക. അതായത് വോളിയം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വർക്ക് പോസിറ്റീവ് വരും. വർക്ക് നെഗറ്റീവ് ആണോ നോക്കാൻ ഡെൽറ്റ V നെഗറ്റീവ് ആണോ നോക്കുക. അതായത് വോളിയം എന്ത് ചെയ്യാൻ നോക്കുക, അവിടെ ഡിക്രീസ് ചെയ്യണം നോക്കുക. അപ്പോൾ ഇത്ര നോക്കണ്ടുള്ളൂ. നമ്മൾ പറയാറുണ്ട് വർക്ക് ഡൺ, ഇത് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്, ഇത് വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ആയിട്ടാണ് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ PV ഗ്രാഫ് എടുക്കുന്നു, വോളിയം ആക്സിന് താഴോട്ടുള്ള ഏരിയ കാണുന്നു, വർക്ക് നമ്മൾ ഓൺ ദ ഗ്യാസ് ആണോ ബൈ ദ ഗ്യാസ് ആണോ നോക്കണം. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. നിങ്ങൾ നോക്കേണ്ടത് വോളിയം മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. വോളിയം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആയിരിക്കും, വോളിയം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ വർക്ക് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, നോർമലി മെജോറിറ്റി ഒരു 99% ക്വസ്റ്റ്യനിലും എക്സ് ആക്സിൽ വോളിയം ആയിരിക്കും, വൈ ആക്സിൽ എന്തായിരിക്കും, പ്രഷർ ആയിരിക്കും. അപ്പോൾ ഞാൻ നോക്കാം, ഞാൻ ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ഇതാണ് എൻ്റെ ഗ്രാഫ്, ഇങ്ങനെയാണ് ഗ്രാഫ് വരച്ചത്. ഈ വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. നോക്കുക, ഗ്രാഫിൻ്റെ താഴേക്കുള്ള ഏരിയ നമ്മൾ കണ്ടു, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മതി. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാൻ വോളിയം ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ നോക്കാം. ഇവിടെ നോക്കുക, വോളിയം ഏത് ആക്സിലാണ് നോക്കണം, എക്സ് ആക്സിലാണ് വോളിയം ഉള്ളത്. ഇതാണ് ഇനീഷ്യൽ ഭാഗം, വോളിയത്തിൻ്റെ ഇനീഷ്യൽ കോർഡിനേറ്റ്, ഇതാണ് വോളിയത്തിൻ്റെ ഫൈനൽ കോർഡിനേറ്റ്. ഇവിടെ അപ്പോൾ വോളിയം ഇങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ. ഒരിക്കലും വൈ ആക്സിൽ നോക്കാതെ, വൈ ആക്സിലേക്കാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ വോളിയം കുറഞ്ഞു വരുന്നതായിട്ട് ഇങ്ങനെ തോന്നും. പക്ഷെ വോളിയം ഇൻക്രീസ് ചെയ്യല്ല, അവിടെ വൈ ആക്സിൽ നോക്കിയത് പ്രഷറാണ് അവിടെ ഉള്ളത്. എക്സ് ആക്സിൽ കാണുന്നു, എക്സ് ആക്സിൽ വോളിയം കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൽറ്റ V പോസിറ്റീവ്, ഡെൽറ്റ V പോസിറ്റീവ് ആകുമ്പോൾ ഡെൽറ്റ W പോസിറ്റീവ്, ഡെൽറ്റ W പോസിറ്റീവ് ആണെങ്കിൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. മനസ്സിലായോ? വേറെ എക്സാമ്പിൾ, ഗ്രാഫ് വരച്ചുള്ളത് പ്രഷർ P, ഇവിടെ വോളിയം ഇങ്ങനെ തന്നെ തരുന്നത്. ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്. നോക്കുക, ഗ്രാഫിൻ്റെ താഴോട്ടുള്ള ഏരിയ നോക്കണം, വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കേണ്ടത്. ഗ്രാഫിൻ്റെ താഴേക്കൂടെ ഏരിയ ഒന്നും വരുന്നില്ല. അല്ലെങ്കിൽ നോക്കുക, ഇവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നില്ല, ഡിക്രീസ് ചെയ്യുന്നില്ല, വോളിയം കോൺസ്റ്റന്റ് ആണ്. ഇനീഷ്യൽ കോർഡിനേറ്റ് ഇത്, ഫൈനൽ കോർഡിനേറ്റ് ഇത്, വോളിയം കോൺസ്റ്റന്റ്, ഡെൽറ്റ V 0, ഡെൽറ്റ W 0. അപ്പോൾ വർക്ക് ആണ് എന്തായിട്ട് വരും, അവിടെ 0 ആയിട്ട് വരും. നെക്സ്റ്റ് ഞാനിവിടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്, ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ഗ്രാഫിൻ്റെ താഴോട്ടുള്ള ഏരിയകൾ കാണുന്നു, വോളിയം ആക്സിൻ്റെ താഴോട്ടുള്ള ഏരിയ കാണുന്നു, റെക്ടാങ്കിളിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് കാണാം, വോളിയം കാണാം. വോളിയം കണ്ടതിന് ശേഷം വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ആണോ ബൈ ദ ഗ്യാസ് ആണോ നിങ്ങൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. വോളിയം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ്, വോളിയം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ്. വോളിയത്തിൻ്റെ ഇനീഷ്യൽ കോർഡിനേറ്റ് ഇവിടെ, വോളിയത്തിൻ്റെ ഫൈനൽ കോർഡിനേറ്റ് ഇവിടെ. വോളിയം കൂടുന്നു, ഡെൽറ്റ V പോസിറ്റീവ്, ഡെൽറ്റ W പോസിറ്റീവ്, വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. മനസ്സിലായോ? നെക്സ്റ്റ്, ഇങ്ങനെയാണ് ഗ്രാഫ് വരക്കുന്നത്.
എക്സ് ആക്സിൽ വോളിയം വൈ ആക്സിൽ പ്രശ്നം മാറ്റില്ല. ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഗ്രാഫിന്റെ താഴോട്ടുള്ള ഏരിയ കാണുന്നു, ഏരിയ അണ്ടർ ദി കർവ് നിങ്ങൾ കാണുന്നു. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. നോക്കുക, വോളിയാണ് നോക്കേണ്ടത്. പ്രഷർ നോക്കി കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെ കുറയുന്ന പോലെ തോന്നും, പിന്നെ കൂടുന്ന പോലെ തോന്നും. അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ ആൻസർ തെറ്റും. വോളിയാണ് നോക്കേണ്ടത്. വോളിയത്തിന്റെ ഇനീഷ്യൽ കോർഡിനേറ്റ് ഇവിടെ, വോളിയത്തിന്റെ ഫൈനൽ കോർഡിനേറ്റ് ഇവിടെ. വോളിയം കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാണ്. വോളിയം കണ്ടിന്യൂസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൽറ്റ വി പോസിറ്റീവ്, ഡെൽറ്റ വി പോസിറ്റീവ് ആകുമ്പോൾ ഡെൽറ്റ ഡബ്ല്യു പോസിറ്റീവ്. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. മനസ്സിലായോ? അപ്പോൾ അതാണ് വർക്കിന്റെ കാര്യങ്ങൾ. പി വി ഗ്രാഫ് എന്ന ഗ്രാഫിന്റെ താഴോട്ടുള്ള ഏരിയ എടുക്കുക. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. വോളിയം പോസിറ്റീവ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ നോക്കുക. നെക്സ്റ്റ് വരുന്നതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. തെർമോഡൈനാമിക് പ്രോസസ്. അപ്പോൾ തെർമോഡൈനാമിക് പ്രോസസ്സിൽ ഒന്നാമതാണ് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് പ്രോസസ്. അപ്പോൾ സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് സൈക്കിളായി എന്ന് പറയുന്നത്. സൈക്കിൾ ആവുക എന്നൊക്കെ പറഞ്ഞാൽ ലാബിലൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് സൈക്കിൾ സെക്കൻഡ് സൈക്കിൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു സൈക്കിൾ ആവുമെന്ന് പറഞ്ഞാൽ അത് ആ ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തന്നെ എൻഡ് ചെയ്യുകയാണെങ്കിൽ അതൊരു സൈക്ലിക് പ്രോസസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ സൈക്ലിക് പ്രോസസ് അതായത് സിസ്റ്റം അണ്ടർഗോസ് എ സീരീസ് ഓഫ് ചേഞ്ചസ് ആൻഡ് ഫൈനലി റിട്ടേൺസ് ടു ഇനീഷ്യൽ സ്റ്റേറ്റ്. അതായത് ഫോർ എക്സാമ്പിൾ സൈക്കിൾ പ്രോസസിന്റെ ഒരു പി വി ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രഷർ പി ആയിരുന്നു, വോളിയം അത് ഒരുപാട് സ്റ്റേറ്റിലൂടെ കടന്നു പോകണം. പ്രഷറും വോളിയൊക്കെ ഇവിടെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, കോർഡിനേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഫൈനലി അത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇങ്ങനെ തിരിച്ചു വരണം. അപ്പോൾ ഇങ്ങനത്തെ പ്രോസസ്സാണ് സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണു, പ്രഷറും പി ആയിരുന്നു, വോളിയം വി ആയിരുന്നു. പ്രഷറും വോളിയൊക്കെ ചേഞ്ച് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്ന ഒരുപാട് പ്രോസസ്സുകൾക്ക് വിധേയമാകുന്നത്. അതിനുശേഷം ഇനീഷ്യൽ സ്റ്റേറ്റ് ഇങ്ങനെ തിരിച്ചു വരണം. അല്ല ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പ്രഷർ വോളിയം ആക്കിയിട്ട് ഫോർ എക്സാമ്പിൾ ചേഞ്ച് ചെയ്യും, പ്രഷർ വോളിയം ചേഞ്ച് ചെയ്യും. ഇനീഷ്യൽ സ്റ്റേറ്റാണ് തിരിച്ചു നമ്മൾ നോക്കുക. ഇങ്ങനത്തെ പ്രോസസ്സുകൾ വിളിക്കുന്ന പേരാണ് സൈക്ലിക് പ്രോസസ്. സൈക്ലിക് പ്രോസസ് സിസ്റ്റം ഒരുപാട് പ്രോസസ്സുകളുടെ പാസ് ചെയ്യുക, അതിന് ശേഷം അത് ഇനീഷ്യൽ സ്റ്റേറ്റിങ്ങിന് എന്ത് ചെയ്യും, തിരിച്ചു വരും. അപ്പോൾ നോക്കുക, ഒരു സൈക്ലിക് പ്രോസസ് ആകുമ്പോൾ എപ്പോഴും അതിൻ്റെ പി വി ഗ്രാഫ് ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കും. നിങ്ങൾ ഐഡന്റിഫൈ ഉണ്ട്. ഫോർ എ സൈക്ലിക് പ്രോസസ് ദ പി വി ഗ്രാഫ് ഈസ് ആൾവേസ് എ ക്ലോസ്ഡ് ലൂപ്പ്. ക്ലോസ്ഡ് ലൂപ്പ് ആകുമ്പോൾ പ്രത്യേക ഷേപ്പ് ഒന്നും വരണ്ടില്ല. ഇവിടെ ഞാൻ ആദ്യം വരച്ചിട്ട് പ്രത്യേക ഷേപ്പില്ല. അത് റെക്ടാങ്കിൾ ആണ്, അത് ട്രയാങ്കിൾ ആണ്. ഇനി ഇതേപോലെ എലിപ്സ് വരാം, എലിപ്സ് വരാം, എലിപ്സ് ആയിട്ട് വരാം, അതുപോലെ ട്രപ്പീസി ആയിട്ട് വരാം. പല ഷേപ്പിലും ഇതായിട്ട് വരാം, ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ട്. അപ്പോൾ എന്തായാലും പി വി ഡയഗ്രാം ആകുമ്പോൾ സൈക്ലിക് പ്രോസസിന്റെ പി വി ഡയഗ്രാം ആകുമ്പോൾ എങ്ങനെ ആയാൽ മതി, അത് ക്ലോസ്ഡ് ലൂപ്പ് ആയാൽ മതി. ഇനി സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ നമ്മൾ വർക്ക് കാണാൻ ഒരു മെത്തേഡ് ഉണ്ട്. ഫോർ എ സൈക്ലിക് പ്രോസസ് വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ ഏരിയ എൻക്ലോസ്ഡ് ബൈ ലൂപ്പ്. സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ വർക്ക് കാണുന്നുണ്ടെങ്കിൽ പി വി ഗ്രാഫ് എടുക്കാൻ പറഞ്ഞു. സൈക്ലിക് പ്രോസസ് ആകുമ്പോൾ എപ്പോഴും പി വി ഗ്രാഫ് എങ്ങനെ ആയിരിക്കും, ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കും. ആ പി വി ഗ്രാഫ് നിങ്ങൾക്ക് വർക്ക് കാണുന്നുണ്ടെങ്കിൽ ഏരിയ എൻക്ലോസ്ഡ് ബൈ ലൂപ്പാണ്. ലൂപ്പിന്റെ അകത്തുള്ള ഏരിയ എടുക്കുന്നുണ്ട്. നോർമൽ ഒരു തെർമോഡൈനാമിക് പ്രോസസ് ആണെങ്കിൽ ഗ്രാഫിന്റെ താഴോട്ടുള്ള ഏരിയ നോക്കുന്നു. സൈക്ലിക് പ്രോസസ് ആകുമ്പോൾ എപ്പോഴും പി വി ഗ്രാഫ് ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ട് വരും. ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ട് വരുമ്പോൾ ലൂപ്പിന് അകത്തുള്ള ഏരിയ ആണ്. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി ലൂപ്പാണ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആയിട്ട് വരികയാണെങ്കിൽ പി വി ഗ്രാഫ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ആക്കി വരയ്ക്കുകയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിന്റെ അകത്തുള്ള ഏരിയ ആണ് എടുക്കേണ്ടത്. റെക്റ്റാങ്കിളിന്റെ അകത്തുള്ള ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ വോളിയം V1, വോളിയം V2, ഇവിടുത്തെ പ്രഷർ P1, ഇവിടുത്തെ പ്രഷർ P2. അപ്പോൾ ഇവിടുത്തെ വർക്ക് കാണുന്നുണ്ടെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ചെയ്യുക. റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് ഷേപ്പ് വരും. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ P2 മൈനസ് P1 ഇൻറ്റു വോളിയം V2 മൈനസ് എന്ത് വരും, ഇതാണ് വർക്കിൻ്റെ ഇക്വേഷൻ വരിക. അപ്പോൾ ഇവിടെ ന്യൂമറിക്കലായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. പ്രോബ്ലം എന്താണ് മനസ്സിലാക്കേണ്ടത്, സൈക്ലിക് പ്രോസസ് ആകുമ്പോൾ എപ്പോഴും പി വി ഗ്രാഫ് ക്ലോസ് ലൂപ്പ് ആയിരിക്കും. സൈക്ലിക് പ്രോസസിന്റെ വർക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ക്ലോസ് ലൂപ്പിന്റെ എന്തെടുക്കുക, ഏരിയ എടുക്കുക. ലൂപ്പിനെ അകത്ത് എൻക്ലോസ് ചെയ്ത ഏരിയ എടുക്കുക, അല്ലെങ്കിൽ ലൂപ്പിന്റെ ഏരിയ എടുക്കുക. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കും. വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാൻ ഇഫ് ഞാനിങ്ങനെ വരയ്ക്കണ്ടോ, അതിൻ്റെ ചെറിയൊരു മാറ്റമുണ്ട്, അധികം ബുക്കുകളിലൊന്നും അത് പറഞ്ഞിട്ടില്ല. എക്സ് ആക്സിൽ പ്രഷർ നമ്മൾ നോർമലി പറഞ്ഞ പോലെ എല്ലാ മെജോറിറ്റി 99% ക്വസ്റ്റ്യനിലായിരിക്കും എക്സ് ആക്സിൽ വോളിയം, വൈ ആക്സിൽ പ്രഷർ. ലൂപ്പ് ഇങ്ങനെ പോകുന്നു, റെക്റ്റാങ്കിൾ ആക്കി വരച്ചിട്ടുണ്ട്. ലൂപ്പിന് ഇങ്ങനെ ഡയറക്ഷൻ ഒക്കെ ഇട്ടുണ്ട് പ്രഷറിന്റെ വോളിയത്തിന് ചേഞ്ച് കാണിക്കാൻ. അപ്പോൾ ഇവിടെ നോക്കുക,
വർക്ക് കാണാൻ പറഞ്ഞാൽ ഏരിയ കാണും. വർക്ക് കാണാൻ പറഞ്ഞാൽ ലൂപ്പിന്റെ അകത്തുള്ള ഏരിയ കാണാം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം. വർക്ക് ഈസ് പോസിറ്റീവ് ഇഫ് ലൂപ്പ് ക്ലോക്ക് വൈസ്. ലൂപ്പ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. വർക്ക് ഈസ് നെഗറ്റീവ് ഇഫ് ലൂപ്പ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്. ലൂപ്പ് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സൈക്കിൾ പ്രോസസ് ആകുമ്പോൾ ലൂപ്പിന്റെ അകത്തുള്ള ഏരിയ നോക്കുക. വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാൻ ലൂപ്പിന്റെ ഷേപ്പ് നോക്കുക. ലൂപ്പ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആയിരിക്കും. ലൂപ്പ് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പ്രൊവൈഡഡ് എക്സ് ആക്സിൽ വോളി ആയിരിക്കണം, വൈ ആക്സിൽ എന്തായിരിക്കും? പ്രഷർ ആയിരിക്കണം. ഞാൻ പറഞ്ഞു 99% ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി നേരെ തിരിച്ചു തരികയാണെങ്കിൽ പുസ്തകങ്ങളിലൊന്നും നമുക്ക് ഇത് കാണാൻ കഴിയില്ല. നോർമലി നിങ്ങൾ ഏത് മെറ്റീരിയൽ എടുത്ത് നോക്കിക്കോ, ഏത് ഗൈഡ് എടുത്ത് നോക്കിക്കോ, ഇത് അവിടെ എഴുതിയിട്ടുണ്ടാവില്ല. എക്സ് ആക്സിൽ പ്രഷറും വൈ ആക്സിൽ വോളി ആണെങ്കിൽ നേരെ തിരിഞ്ഞു. ഈ കൺസെപ്റ്റ് നേരെ തിരിഞ്ഞു. ലൂപ്പ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് കാണാൻ പറഞ്ഞാൽ ലൂപ്പിന്റെ അകത്തുള്ള ഏരിയ നോക്കുക. ഈ ലൂപ്പ് വർക്ക് കാണാൻ പറഞ്ഞാൽ ആദ്യം ഏരിയ കാണുന്നു. ഏരിയ കണ്ടുവച്ചു. വർക്ക് ഈസ് പോസിറ്റീവ് ഇഫ് ലൂപ്പ് ഈസ് ആന്റി ക്ലോക്ക് വൈസ്. ലൂപ്പ് ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോഴാണ് വർക്ക് പോസിറ്റീവ്. വർക്ക് ഈസ് നെഗറ്റീവ് ഇഫ് ലൂപ്പ് ഈസ് ക്ലോക്ക് വൈസ്. മനസ്സിലായോ? കാരണം ഇതൊരു 1% ചാൻസ് ഉള്ളു ചോദിക്കാൻ. മനസ്സിലായോ? പക്ഷെ നിങ്ങൾക്കൊരു ബുക്കിലും കാണാൻ കഴിയില്ല. നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണത്. അപ്പോൾ എക്സ് ആക്സിൽ വോളിയം, വൈ ആക്സിൽ പ്രഷർ. നോർമലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ആയിരിക്കും? ഏരിയ കാണുന്നു. ലൂപ്പ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് പോസിറ്റീവ്, ലൂപ്പ് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് നെഗറ്റീവ്. എക്സ് ആക്സിൽ പ്രഷർ, വൈ ആക്സിൽ വോളിയം ആണെങ്കിൽ നിങ്ങൾ ഏരിയ കാണുന്നു. ഏരിയ കണ്ടതിന് ശേഷം ലൂപ്പ് ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആയിരിക്കും. ലൂപ്പ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ വർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് വരുന്ന പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ് എന്ന പേര് പോലെ തന്നെ അറിയാം. ഈ ഐസോതെർമൽ പ്രോസസ്സിന്റെ പ്രോപ്പർട്ടീസാണ് ടെമ്പറേച്ചർ, എനർജി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ, എനർജിയും കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സ്. ഈ ഐസോതെർമൽ പ്രോസസ്സ് നടക്കാനുള്ള 2 കണ്ടീഷൻ ഉണ്ട്. ഒന്ന്, ആ പ്രോസസ്സ് സ്ലോ ആയിരിക്കണം. സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സുകളൊക്കെ ഐസോതെർമൽ ആകാൻ കഴിയും. അതിൻ്റെ ഒരു കണ്ടീഷൻ. രണ്ടാമത്തത്, വാൾസ് ഓഫ് ദി കണ്ടെയ്നർ മസ്റ്റ് ബി ഡയതെർമിക്. ആ റിയാക്ഷൻ നടക്കുന്നതിന് കണ്ടെയ്നറിന്റെ വാൾസ് എങ്ങനെ ആയിരിക്കണം? ഡയതെർമിക് ആയിരിക്കണം. അപ്പോൾ ഞാൻ പറയാം, ജനറലി ഒരു ഐസോതെർമലിന്റെ എക്സാമ്പിൾ ആണ് ഫേസ് ട്രാൻസിഷൻസ് കംപ്ലീറ്റ് ഐസോതെർമൽ ആയിരിക്കും. ഫേസ് ട്രാൻസിഷൻസ് ആയിട്ട് വരുന്ന പ്രോസസ്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ബോയിലിംഗ് ഓഫ് വാട്ടർ, ബോയിലിംഗ്, മെൽറ്റിങ്. തിരിച്ചു വരുന്ന പറയാം ബോയിലിംഗ്, മെൽറ്റിങ്. അതുപോലെ ബോയിലിംഗ് നേരെ റിവേഴ്സ് ആയിട്ടുള്ള പ്രോസസ്സാണ് കണ്ടൻസേഷൻ. മെൽറ്റിങ്ങിന്റെ ആണ് ഫ്രീസിങ്. അതൊക്കെ എന്തായിരിക്കും? ഐസോതെർമൽ. ജനറലി ഫേസ് ട്രാൻസിഷൻ ഒക്കെ ഐസോതെർമൽ ആയിരിക്കും. അപ്പോൾ ബോയിലിങ്ങിന്റെ സമയത്ത് നോക്കുമ്പോൾ നിങ്ങളൊരു ബീക്കറിൽ വെള്ളം എടുത്തതിന് ശേഷം അത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രിയിലാണ്. വാട്ടർ ആണെങ്കിൽ ബോയിൽ ചെയ്യുക. 100 ഡിഗ്രിയിലെ വാട്ടർ നിങ്ങൾ ഹീറ്റ് ചെയ്യണം. 100 ഡിഗ്രിയിലെ വാട്ടറിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ 90 ഡിഗ്രിയിലെ വാട്ടറിനെ നിങ്ങൾ ഹീറ്റ് ചെയ്യുന്നെങ്കിൽ 10 ഡിഗ്രി ആയിട്ട് മാറും. പക്ഷേ ഈ 100 ഡിഗ്രിയിലെ വാട്ടറിനെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വാട്ടർ ടെമ്പറേച്ചർ 100 ഡിഗ്രിയിൽ ഒരിക്കലും അത് ഇൻക്രീസ് ചെയ്യില്ല. അത് ഈ വാട്ടർ അവിടെ സ്റ്റീമായിട്ട് മാറാൻ തുടങ്ങും. ഈ സ്റ്റീമിന്റെ ടെമ്പറേച്ചർ എത്ര തന്നെ ആയിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. വാട്ടർ സ്റ്റീമായിട്ട് മാറുമ്പോൾ ആ മാറിയ സ്റ്റീമിന്റെ ടെമ്പറേച്ചർ ആദ്യം എത്ര തന്നെ ആയിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. അതായത് അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. അതേപോലെ മെൽറ്റിംഗ് ഓഫ് ഐസ് മെൽറ്റ് ചെയ്യണമെങ്കിൽ ഐസിന്റെ ഒരു ക്യൂബ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഐസ് മെൽറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഐസിന്റെ ടെമ്പറേച്ചർ എത്ര ആയിരിക്കും? 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇത് മെൽറ്റ് ചെയ്യുമ്പോൾ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ ആയിട്ട് മാറും. വാട്ടർ ആയിട്ട് മാറി കഴിഞ്ഞാൽ ആ വാട്ടറിന്റെ ടെമ്പറേച്ചർ എത്ര ആയിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. ഐസ് ഹീറ്റ് അബ്സോർവ് ചെയ്യുമ്പോഴാണ് ഐസ് എന്ത് ചെയ്യാം? മെൽറ്റ് ചെയ്ത് വാട്ടർ ആയിട്ട് മാറും. അങ്ങനെ ഹീറ്റ് അബ്സോർവ് ചെയ്താലും അതിന്റെ ടെമ്പറേച്ചർ എത്ര തന്നെ ആയിരിക്കും? അവിടെ 0 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള ഐസോതെർമൽ പ്രോസസ്സാണ്. പക്ഷെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഐഡിയൽ ഗ്യാസിന്റെ ഐസോതെർമൽ പ്രോസസ്സാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്ന ഐഡിയൽ ഗ്യാസിന്റെ ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ആകുമ്പോൾ നോക്കുക, ഐഡിയൽ ഗ്യാസ് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇക്വേഷൻ ഒബേ ചെയ്യണം. PV = nRT. നിങ്ങൾ നോക്കുക, എന്നും ആറും ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്. ഐസോതെർമൽ ആയതുകൊണ്ട് ടെമ്പറേച്ചറും കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിൽ PV = എന്തായിട്ട് മാറും? കോൺസ്റ്റന്റ് മാറും. ഇതിനെയാണ് ഐസോതെർമലിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുക. പ്രഷർ ഇൻറ്റു വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ ഐഡിയൽ ഗ്യാസ് ആകുമ്പോൾ പ്രഷർ ഇൻറ്റു വോളിയം എപ്പോഴും കോൺസ്റ്റന്റ്. പ്രഷർ ഇൻറ്റു വോളിയം = nRT നമ്മൾ പറയും. ഐഡിയൽ ഗ്യാസ് ഐസോതെർമലിക്ക് വരികയാണെങ്കിൽ പ്രഷർ ഇൻറ്റു വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി അതിന്റെ പ്രഷർ ഇൻറ്റു വോളിയം കോൺസ്റ്റന്റ് ആകുമ്പോൾ P ഡയറക്ട്ലി പ്രൊപ്പോർഷൻ കാണുമ്പോൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ P ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും, ഹൈപ്പർബോളിക് ആയിട്ട് വരും. ബോയിൽസ് ലോന്റെ അതേ ഗ്രാഫ് വരും. മനസ്സിലായോ? അപ്പോൾ ബോയിൽസ് ലോ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോസസ് ഏതായിരിക്കും? അവിടെ ഐസോതെർമൽ ആയിരിക്കും.
നിങ്ങൾ നോക്കുക ഇതിന്റെ സ്ലോപ്പ്, ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരികയാണ്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് പഠിച്ചിട്ടുണ്ടാവും -P/V ആണ്. -P/V ആണ് ഐസോതെർമലിന്റെ സ്ലോപ്പ് ആയിട്ട് വരിക. സ്ലോപ്പ് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, അവിടെ ഡിക്രീസ് ചെയ്യണം. ഇതിന്റെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കണം. ഐസോതെർമലിന്റെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ആണ് nRT/ln V2/V1. ലോഗിന്റെ ടേമിൽ പറയുകയാണെങ്കിൽ 2.303 nRT/ln V2/V1. വേണമെങ്കിൽ പ്രഷറിന്റെ നമുക്ക് മാറ്റാം. അത് കാര്യം മനസ്സിലാക്കാം. പ്രഷർ കൂടിയ ടെമ്പറേച്ചർ ഇതൊക്കെ ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ ആണ് PV = nRT. ഞാൻ പറഞ്ഞു ഐഡിയൽ ഗ്യാസ് ആകുമ്പോൾ ഐസോതെർമൽ ആയതുകൊണ്ട് PV കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ P ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1/V. അപ്പോൾ V2/V1 ചെയ്ത് കഴിഞ്ഞാൽ P1/V എന്ത് വരും? ഈ ഇക്വേഷനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. വർക്ക് W = nRT/ln P1/P2. അപ്പോൾ ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ പോലെ ടെമ്പറേച്ചർ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആകെ ഒരു ഇക്വേഷൻ ഉള്ള അറിയാം, ഐഡിയൽ ഗ്യാസിന്റെ ഇക്വേഷൻ PV = nRT. അത് വെച്ച് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ വർക്ക് ഡൺ W = nRT/ln P1/P2 എന്ന് പറഞ്ഞാൽ വരും. നെക്സ്റ്റ് ഐസോതെർമൽ അതേപോലെ ഏകദേശം വരുന്ന ഒരു എക്സാമ്പിളാണ് അഡയബാറ്റിക്. എപ്പോഴും ഈ ഐസോതെർമൽ അഡയബാറ്റിക് നിങ്ങൾക്ക് എക്സാമിന് കമ്പയർ ചെയ്യാൻ ചോദിക്കാം. ഇതിൽ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ ചോദിക്കും. ഇത് രണ്ടും നോക്കുക. അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ്. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നില്ല, റിലീസ് ചെയ്യുന്നില്ല. അങ്ങനെ നടക്കുന്ന പ്രോസസ്സാണ് അഡയബാറ്റിക്. ഈ പ്രോസസ് ഇതിന്റെ കണ്ടീഷൻ ഉണ്ട്, ഈ പ്രോസസ്സ് ഫാസ്റ്റ് ആയിരിക്കണം. ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സുകൾക്ക് അഡയബാറ്റിക് ആവാൻ കഴിയുള്ളൂ. നോക്കുക, നമ്മളൊരു ഗ്യാസ് എടുത്ത് അഡയബാറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാനും പാടില്ല, റിലീസ് ചെയ്യാനും പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ കണ്ടെയ്നറിന്റെ വാൾസ് മസ്റ്റ് ബി എന്തായിരിക്കണം, അഡയബാറ്റിക് ആയിരിക്കണം. അതായത് തെർമലി എന്തായിരിക്കണം, ഇൻസുലേറ്റർ ആയിരിക്കണം. ഇതിന്റെ ഇക്വേഷൻ സ്റ്റേറ്റ് നമ്മൾ എഴുതാറുണ്ട് PV⁻γ കോൺസ്റ്റന്റ്. ഗാമ അറിയാം. മോണോഅറ്റോമിക് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 5/3, ഡയറ്റോമിക് ആണെങ്കിൽ 7/5, ഡയറ്റോമിക് നോൺ റിജിഡ് ആണെങ്കിൽ 9/7 എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിന്റെ PV ഡയഗ്രം നോക്കുക. ഈ PV⁻γ കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ P ഡയറക്ട്ലി പ്രൊപ്പോർഷൻ 1/V⁻γ. ഗാമയുടെ വാല്യൂ എപ്പോഴും 1നേക്കാൾ കൂടുതലല്ലേ? അപ്പൊ നോർമലി ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഐസോതെർമലിന്റെ അതേപോലെ തന്നെ നമുക്ക് തോന്നും ഗ്രാഫ് ഉണ്ടാവും. ഐസോതെർമലിന്റെ അതേപോലെ തന്നെ തോന്നും. വോളിയം കൂടുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യേണ്ടി വരും. അപ്പൊ ഐസോതെർമലിന്റെ അഡയബാറ്റിക്കിന്റെ ഗ്രാഫ് സെയിം ആണ് ഏകദേശം. നമ്മൾ മനസ്സിലാക്കണം, ഐസോതെർമൽ അഡയബാറ്റിക് അടുത്ത് വന്നാലേ നമുക്ക് ഏതാണ് ഐസോതെർമൽ ഏതാണ് അഡയബാറ്റിക് എന്ന് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നോർമലി ഇങ്ങനെ വരച്ചാൽ ഇതിപ്പോൾ ഐസോതെർമൽ ആയിട്ട് കൊടുക്കാം, നമുക്ക് അഡയബാറ്റിക് ആയിട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ സ്ലോപ്പ് വരിക, അഡയബാറ്റിക്കിന്റെ സ്ലോപ്പ് വരിക -γ × P/V. നമ്മൾ നോക്കുക, ഐസോതെർമലിന്റെ സ്ലോപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോണേ. സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് -P/V. ഇനി ഇപ്പോൾ നമുക്ക് കിട്ടി സ്ലോപ്പ് ഓഫ് അഡയബാറ്റിക് എന്ന് പറഞ്ഞാൽ -γ × P/V ആണ്. അങ്ങനെ നോക്കി ഇത് രണ്ടും കമ്പയർ ചെയ്ത് സ്ലോപ്പ് ഓഫ് അഡയബാറ്റിക് രണ്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടും. അഡയബാറ്റിക്കിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ഭാഗം ഐസോതെർമൽ അല്ലേ, ഐസോതെർമലിന്റെ സ്ലോപ്പ് അല്ലേ. ആ ഗാമ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ബാക്കി കാണുന്നത് അവിടെ ഐസോതെർമലിന്റെ സ്ലോപ്പാണ്. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം γ × സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ. ഇനി ഞാൻ പറഞ്ഞു ഗാമയുടെ വാല്യൂ എപ്പോഴും 1നേക്കാട്ടിൽ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഗാമയുടെ വാല്യൂ എപ്പോഴും 1നേക്കാൾ കൂടുതലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ സ്ലോപ്പ് ഓഫ് അഡയബാറ്റിക് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ. എപ്പോഴും ഐസോതെർമലിന്റെ അഡയബാറ്റിക്കിന്റെ നേച്ചർ സെയിം ആണ്. ഗ്രാഫിന്റെ ഷേപ്പ് ഏകദേശം രണ്ടും ഹൈപ്പർബോളിക് ആണ്. പക്ഷേ സ്ലോപ്പ് കൂടിയത് ഏതായിരിക്കും, അഡയബാറ്റിക് ആയിരിക്കും. സ്ലോപ്പ് കുറഞ്ഞ ഏതായിരിക്കും, ഐസോതെർമൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ വിചാരിക്കാം, PV ഐസോതെർമൽ ആവുമ്പോൾ ഇങ്ങനെ വരും, P ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1/V. അഡയബാറ്റിക്കിന്റെ ഗ്രാഫ് അങ്ങനെ തന്നെ വരും. രണ്ടിനും നേച്ചർ സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു, രണ്ടിനും നേച്ചർ സെയിം ആണ്. പക്ഷെ ഇവിടെ സ്ലോപ്പ് കൂടിയ ആൾ ഏതായിരിക്കണം, അഡയബാറ്റിക് ആയിരിക്കണം. സ്ലോപ്പ് കുറഞ്ഞത് ഏതായിരിക്കണം, ഐസോതെർമൽ. ഇവിടെ നമ്മൾ സ്ലോപ്പ് നോക്കുമ്പോൾ സ്ലോപ്പ് നോക്കുമ്പോൾ സമയത്ത് താഴത്തെ ഗ്രാഫിനാണ് സ്ലോപ്പ് കൂടുതൽ. അപ്പൊ എപ്പോഴും അടിയിൽ വരുന്ന അഡയബാറ്റിക് ആയിരിക്കും. നമ്മൾ ഓർത്ത് വെക്കുക, അടിയിൽ വരുന്ന ഗ്രാഫ് അഡയബാറ്റിക് ആയിരിക്കും. എക്സ്പാൻഷന്റെ കേസിൽ എക്സ്പാൻഷൻ പറഞ്ഞാൽ വോളിയം ഇൻക്രീസ് ചെയ്യല്ലേ. അപ്പൊ സ്ലോപ്പ് കൂടിയതല്ല അഡയബാറ്റിക്, താഴെ വരുന്നതാണ് അടിയിൽ വരുന്ന അഡയബാറ്റിക്. ഓർത്ത് വെക്കുക, അടിയിൽ വരുന്ന അഡയബാറ്റിക്. അതാണ് ഐസോതെർമൽ അഡയബാറ്റിക്കും കമ്പയർ ചെയ്യാൻ ചോദിക്കും. ഐസോതെർമലിന്റെ അഡയബാറ്റിക്കിന്റെ ഒക്കെ സ്ലോപ്പുകൾ അറിയണം, ഗ്രാഫ് അറിയണം, ഇക്വേഷൻ സ്റ്റേറ്റ് അറിയണം.
അതുപോലെ ഗ്രാഫിക്കലായിട്ടുള്ള മെത്തേഡിൽ നിന്ന് ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും ഗ്യാസിൻ്റെ വെച്ചിട്ട്. മൂന്നാമത്തെ പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്സ്. ഐസോകോറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട് വോളിയം എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ഒരു പ്രോസസ് ഐസോകോറിക് ആണെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഒന്നെങ്കിൽ അത് വോളിയം കോൺസ്റ്റന്റ് ക്വസ്റ്റ്യനിൽ പറയണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും ഇൻ എ ക്ലോസ്ഡ് കണ്ടെയ്നർ. ഇൻ എ ക്ലോസ്ഡ് കണ്ടെയ്നർ. ക്ലോസ്ഡ് കണ്ടെയ്നറിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ ആ പ്രോസസ് എങ്ങനത്തെ പ്രോസസ് ആയിരിക്കും? അവിടെ ഐസോകോറിക് ആയിരിക്കും. അവിടെ പിന്നെ വോളിയം ഒന്നും ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഈ ഐസോകോറിക്കിൽ വർക്ക് ഡൺ 0 ആണ്. ഐസോകോറിക്കിൽ വർക്ക് ഡൺ 0 ആകാൻ കാരണം വർക്ക് ഡൺ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി. ഐസോകോറിക്കിൽ വോളിയം കോൺസ്റ്റന്റ് ആകുമ്പോൾ ഡെൽറ്റ വി 0 ആകുമ്പോൾ ഡെൽറ്റ ഡബ്ല്യു എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. ക്ലോസ്ഡ് കണ്ടെയ്നറിൽ നടക്കുന്ന പ്രോസസ്സിലൊക്കെ വർക്ക് ഡൺ 0 ആണ്. ഗ്യാസിന് വർക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം ഗ്യാസ് എത്ര പോയിട്ട് മേലെ പോയിട്ട് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിസ്റ്റൺ ഒന്നും പൊന്തൂല, കാരണം വോളിയം അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. സീൽ ചെയ്ത് വെച്ചിരിക്കണം. സീൽഡ് കണ്ടെയ്നർ ആണ്. ക്ലോസ്ഡ് കണ്ടെയ്നർ എന്ന് പറയാം, സീൽഡ് കണ്ടെയ്നർ എന്നൊക്കെ പറയാം. വർക്ക് ഡൺ അവിടെ 0 ആയിട്ട് വരും. മനസ്സിലായോ? നെക്സ്റ്റ് വരുന്ന പ്രോസസ്സാണ് ഐസോബാറിക് പ്രോസസ്. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രഷർ എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന പ്രോസസ്സാണ് ഐസോബാറിക് പ്രോസസ്. അപ്പോൾ ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പറയും, നമ്മളൊരു ഓപ്പൺ വെസലിൽ വെള്ളം ബോയിൽ ചെയ്യുക. ഓപ്പൺ വെസലിൽ വെള്ളം ബോയിൽ ചെയ്യുന്നത് എന്തായിരിക്കും? ഐസോബാറിക് പ്രോസസ് ആയിരിക്കും. കാരണം അവിടുത്തെ പ്രഷർ എപ്പോഴും അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും. അത് മനസ്സിലായി? അപ്പോൾ ഓപ്പൺ വെസലിൽ നിങ്ങളൊരു വാട്ടർ ബോയിൽ ചെയ്യുന്നത് ഐസോബാറിക്കിന് എക്സാമ്പിൾ ആയിട്ട് വരിക. നെക്സ്റ്റ് വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. ഐഡിയൽ ഗ്യാസിന്റെ ഫ്രീ എക്സ്പാൻഷൻ. എന്താണ് ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞത്? നോർമലി എക്സ്പാൻഷൻ, ഗ്യാസിനൊന്നും നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. നോർമലി ഗ്യാസുകൾക്ക് അവിടെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നോർമൽ ഗ്യാസുകൾ എടുത്തിട്ടുണ്ട്. ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കണ്ടെയ്നറിനകത്ത് ഗ്യാസ് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സ്പാൻഡ് ചെയ്യുന്ന വോളിയം കൂടണമെങ്കിൽ നമുക്ക് ഗ്യാസ് ഇങ്ങോട്ട് പോയിട്ട് കൊളൈഡ് ചെയ്യണം. ഈ പിസ്റ്റന് പോയിട്ട് ഇവിടെ കൊളൈഡ് ചെയ്യണം. പിസ്റ്റൻ മേലേക്ക് റൈസ് ചെയ്യണം. അതായത് താഴേക്ക് അറ്റ്മോസ്ഫിയറിന്റെ ഫോഴ്സ് പ്രഷർ വേണ്ട. ഈ അറ്റ്മോസ്ഫിയറിന്റെ പ്രഷറിന് ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്താലേ ഗ്യാസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗ്യാസ് അവിടെ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. നോർമലി ഗ്യാസുകൾക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഫ്രീ ആയിട്ട് കഴിയില്ല. ഗ്യാസ് എന്ത് ചെയ്യണം? അവിടെ വർക്ക് ചെയ്യണം. ഇത് എക്സ്പെൻസീവ് വർക്കാണ്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ആണ്. ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ അവിടെ എന്ത് ചെയ്യുന്നില്ല? വർക്ക് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യാതെ ഗ്യാസിനെ എങ്ങനെ അവിടെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും? വർക്ക് ചെയ്യാതെ ഗ്യാസിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും? അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു ചാമ്പർ എടുക്കണം. ഈ ചാമ്പർ ഒരു അഡയബാറ്റിക് ആണ്. അഡയബാറ്റിക് ചാമ്പർ. അതായത് ഇവിടുത്തെ ഡെൽറ്റ ക്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഹീറ്റ് എനർജിനെ അബ്സോർബ് ചെയ്യാനും കഴിയില്ല, ഹീറ്റ് എനർജിനെ റിലീസ് ചെയ്യാനും കഴിയില്ല. ഇനി ഇതിനൊരു പാർട്ടീഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളത് വാക്വമാണ്, അറ്റ്മോസ്ഫിയർ അല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സ്ട്രാ ഒന്നും വരുന്നില്ല, പ്രഷർ ഒന്നും വരുന്നില്ല. അതതിൻ്റെ മീനിങ്. അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിന്റെ പ്രഷർ ഇങ്ങോട്ട് വരും. പക്ഷെ ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വാക്വമാണ്, പ്രഷർ ഒന്നുമില്ല. ഇവിടെ ഉള്ളത് ഐഡിയൽ ഗ്യാസ്. ഇങ്ങനെ നോക്കുക. പെട്ടെന്ന് ഈ പാർട്ടീഷൻ റിമൂവ് ചെയ്യണം ഒരാൾ. പാർട്ടീഷൻ സഡൻ ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, സഡൻലി ആ പാർട്ടീഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ഇങ്ങോട്ട് ഈസി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും. കാരണം ഇവിടെ ഉള്ളത് വാക്വമാണ്. ഓപ്പോസ് ചെയ്യാൻ അവിടെ ഒന്നുമില്ല. അറ്റ്മോസ്ഫിയറിനെ പോലെ ഓപ്പോസ് ചെയ്യാനൊന്നുമില്ല. ഗ്യാസ് ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും. നോർമലി നമ്മളിവിടെ സിലിണ്ടർ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിനെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ അറ്റ്മോസ്ഫിയറിന്റെ പ്രഷർ താഴേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അടുത്തുള്ളത് വാക്വമാണ്. വാക്വത്തിന് പ്രഷർ എക്സൈറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഗ്യാസ് ഇങ്ങോട്ട് ഈസി ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും. അതായത് അതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ നോക്കുക, ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്ത് പറയാറുണ്ട്? പി ഡെൽറ്റ എന്ന് പറയാറുണ്ട്. ഗ്യാസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഇവിടെ സാധാരണ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യും. ഇവിടെ ഗ്യാസിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല? വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് വരുന്നില്ല? ഇവിടെ ഫോഴ്സ് വരുന്നില്ല. അപ്പോൾ ഈ ഫ്രീ എക്സ്പാൻഷനിൽ ഡെൽറ്റ ക്യൂ 0 ആണ്. കാരണം നമ്മൾ എടുക്കുന്നത് അഡയബാറ്റിക് കണ്ടെയ്നറാണ്. ഡെൽറ്റ ഡബ്ല്യു 0 ആണ്. കാരണം ഇവിടെ വാക്വത്തിലാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. വാക്വത്തിലോട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിന്റെ പോലെ ഫോഴ്സ് ഒന്നും വരുന്നില്ല. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇതിന് ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഇത് ഈക്വൽ ടു എന്തായിട്ട് വരും? ഡെൽറ്റ ക്യൂ 0 ആണ്, ഡെൽറ്റ ഡബ്ല്യു 0 ആണ്. അപ്പോൾ ഡെൽറ്റ യു എന്തായിട്ട് വരും? 0 ആയിട്ട്. അപ്പോൾ ഈ ഐഡന്റിറ്റി പഠിച്ചു വെക്കുക. ഐഡിയൽ ഗ്യാസിന്റെ ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ ഡെൽറ്റ ക്യൂവും ഡെൽറ്റ ഡബ്ല്യൂയും ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ അപ്പോൾ അതുപോലെ ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടില്ല. ഡെൽറ്റ യു എന്തിന്റെ പ്രൊപ്പോർഷനാണ്? ഡെൽറ്റ ടിക്ക് പ്രൊപ്പോർഷനാണ്. പക്ഷെ ഡെൽറ്റ യു 0 ആയതുകൊണ്ട് അപ്പോൾ ഡെൽറ്റ ടിയും കൂടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗ്യാസിന്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യില്ല. ഡെൽറ്റ ക്യൂ 0, ഡെൽറ്റ ഡബ്ല്യു 0, ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും.
നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ഹീറ്റ് എഞ്ചിൻ, കാർനോട്ട് എഞ്ചിൻ. സാധാരണ നോർമലി ഇപ്പോൾ അത് നീറ്റിന് ഡിലീറ്റ് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു പെരിഫറൽ ആയിട്ടുള്ളൊരു സ്റ്റഡി നോക്കാം. അവിടെ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം ആണ്. ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇറ്റ് ഈസ് എ ഡിവൈസ്, ഹീറ്റ് എഞ്ചിൻ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് heat energy into mechanical energy. ഹീറ്റ് എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ അത് നമുക്ക് പഠിക്കാനുള്ളത് കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഐഡിയൽ ഹൈപ്പോത്തറ്റിക്കൽ ഹീറ്റ് എഞ്ചിൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ബ്ലോക്ക് ഡയഗ്രങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിനൊരു സിങ്ക് ഉണ്ട്, സോഴ്സ് ഉണ്ടാവും. സോഴ്സ് ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവോയർ. ഈ സോഴ്സ് നിന്ന് വർക്കിംഗ് സബ്സ്റ്റൻസ് ഒരു Q1 എന്നുള്ള ഹീറ്റ് അബ്സോർവ് ചെയ്യും. Q1 എന്നുള്ള ഹീറ്റ് എനർജി അബ്സോർവ് ചെയ്യും. അത് വെച്ച് ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ഒരു വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടായിട്ട് അത് എന്ത് തരികയാണ്? അവിടെ മെക്കാനിക്കൽ എനർജി തരികയാണ്. ഇവ കൊടുക്കുന്നതിന് കുറച്ച് ഔട്ട്പുട്ടായിട്ട് വർക്ക് തരും, ബാക്കി കുറച്ച് ഹീറ്റ് വരിക. ബാക്കി വരുന്ന ഹീറ്റ് റിലീസ് ചെയ്യുന്ന ഭാഗമുണ്ട്, അതിനെ വിളിക്കണ പേരാണ് സിങ്ക്. സിങ്കിൻ്റെ ടെമ്പറേച്ചർ T2. ഇവിടേക്ക് സിങ്കിൾക്ക് റിലീസ് ചെയ്യുന്ന ഭാഗം ഹീറ്റാണ് ഇത് Q2. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഐഡിയ മനസ്സിലാക്കുക. ഹീറ്റ് എഞ്ചിൻ ഇസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി. ഹീറ്റ് എനർജിനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഇത് ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ ഒരു ഹൈ ടെമ്പറേച്ചർ റിസർവറാണ് സോഴ്സ് നിന്ന് ഹീറ്റ് അബ്സോർവ് ചെയ്യും. വർക്കിംഗ് സബ്സ്റ്റൻസ് ആ ഹീറ്റ് വെച്ച് എന്ത് ചെയ്യും? മെക്കാനിക്കൽ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യും. പക്ഷേ കംപ്ലീറ്റ് ഹീറ്റ് എന്ത് ചെയ്യാൻ കഴിയില്ല, വർക്കായിട്ട് മാറ്റാൻ കഴിയില്ല. ബാക്കി വരുന്ന ഹീറ്റ് റിലീസ് ചെയ്യുന്ന റിസർവറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിങ്ക് എന്നുള്ളത്. ഇതിൻ്റെ എഫിഷ്യൻസി ഇക്വേഷൻ കൂടെ അറിഞ്ഞിരിക്കുക. അപ്പോൾ ഏത് എഞ്ചിനാണെങ്കിലും, ഹീറ്റ് എഞ്ചിൻ അല്ല ഇനി ഏത് എഞ്ചിൻ ആയിക്കോട്ടെ, നമ്മൾ സാധാരണ എഫിഷ്യൻസി പറയാറുണ്ട്. എഫിഷ്യൻസി എപ്പോഴും പറയാം ഔട്ട്പുട്ട് ഡിവൈഡർ ബൈ ഇൻപുട്ടാണ്. അപ്പോൾ ഇവിടെ എഫിഷ്യൻസിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ഈറ്റ. ഇത് ഹീറ്റ് എഞ്ചിനാണ്. ഹീറ്റ് എഞ്ചിന് നമ്മൾ ഔട്ട്പുട്ടായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന മെക്കാനിക്കൽ വർക്കാണ്. ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഇൻപുട്ട് ഹീറ്റ് എനർജി Q1 ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ വേറെ ഇക്വേഷൻ കൊണ്ട് 1 - Q2 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 - Q2/Q1 ഈറ്റ ഈക്വൽ ടു 1 - T2 ഡിവൈഡർ ബൈ T1. പെർസെൻറ്റേജിലാണ് പ്രോബ്ലം ചോദിക്കുന്നതെങ്കിൽ ഈ ഇക്വേഷനൊക്കെ നിങ്ങൾ എത്രകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾ നോക്കുക ഇവിടെ ഇത് T1 എന്നുള്ള സോഴ്സിന്റെ ടെമ്പറേച്ചർ, T2 എന്നുള്ള സിങ്കിന്റെ ടെമ്പറേച്ചർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒരിക്കലും ഇതാണ് സോഴ്സിന്റെ ടെമ്പറേച്ചർ, ഇതാണ് സിങ്കിന്റെ ടെമ്പറേച്ചർ എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരില്ല. അപ്പോൾ നോക്കണം, എപ്പോഴും ഹൈ ടെമ്പറേച്ചർ T1 ആയിരിക്കും, ലോ ടെമ്പറേച്ചർ അതായിരിക്കും T2. അപ്പോൾ എപ്പോഴും T1 ഗ്രേറ്റർ ദാൻ എന്തായിട്ട് വരുള്ളൂ? T2 വരുള്ളൂ. അപ്പോൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ രണ്ട് ടെമ്പറേച്ചർ വന്നിട്ട് പറയും ഈ ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ഫോർ എക്സാമ്പിൾ 50 ഡിഗ്രി സെൽഷ്യസ് ആണ് 100 ഡിഗ്രി സെൽഷ്യസ്. ദെൻ വാട്ട് ഈസ് ദ എഫിഷ്യൻസി ചോദിക്കും. ഇതിൻ്റെ കാര്യം മനസ്സിലാക്കണേ, ഇവിടെ എപ്പോഴും നമ്മൾ കെൻവിലായിരിക്കണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ തെറ്റിപ്പോവും. വാട്ട് ഈസ് ദ എഫിഷ്യൻസി ചോദിച്ചു കഴിഞ്ഞാൽ തന്നതിൽ വലുത് T1 ആയിട്ട് എടുക്കുക, ചെറുത് ഏതായിട്ട് എടുക്കുക? T2 ആയിട്ട് എടുക്കുക. സിങ്ക് സോഴ്സ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ എപ്പോഴും സിങ്കിൻ്റെത് ലോ ടെമ്പറേച്ചർ ആയിരിക്കും, സോഴ്സിൻ്റെ ഏതായിരിക്കും? ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് കാർനോട്ട് എഞ്ചിൻ്റെ കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സാമ്പിളായിട്ട് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ T1 ആയിരിക്കും, ലോ ടെമ്പറേച്ചർ ഏതായിരിക്കും? T2 ആയിട്ടാണ് വരും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ കാർനോട്ട് എഞ്ചിൻ്റെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എ കാർനോട്ട് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ 100 degree Celsius and 200 degree Celsius. Then what is the efficiency? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണ കാര്യം മനസ്സിലാക്കുക. എഫിഷ്യൻസി കാണാൻ ഒറ്റ ഇക്വേഷനുള്ള 1 - T2 ഡിവൈഡ് ബൈ T1. ഞാൻ പറഞ്ഞിട്ടുണ്ട് വലുത് T1 ആയിരിക്കും, ചെറുത് ഏതായിരിക്കും? T2 ആയിരിക്കും. അപ്പോൾ ഇവിടെ എപ്പോഴും കെൽവിനിൽ ചെയ്യണം. T1 വലുത് വെക്കുക, വലുത് 200 ആണ്, കെൽവിനിക്ക് ആക്കുക. പ്ലസ് 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 473. T2 ചെറുത് 100 ഡിഗ്രി ആണ്, പ്ലസ് 273 ആഡ് ചെയ്താൽ 373. കെൽവിനിക്ക് ചെയ്യണമെങ്കിൽ ആൻസർ. അപ്പോൾ 1 - ചെറിയ ടെമ്പറേച്ചർ 373 ഡിവൈഡർ ബൈ എന്ത് വരും? 473. ഇനി പെർസെൻറ്റേജിലാണെങ്കിൽ ഇത്രത്തോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, 100 മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലാവും. എക്സാമിന് ചോദിക്കുന്നതൊക്കെ അധികം സിമ്പിളായിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നത് ചോദിക്കാറുള്ളത്. ഞാൻ റാൻഡായിട്ട് പിക്ക് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ നമുക്ക് അതിൻ്റെ മെത്തേഡ് മനസ്സിലാക്കി വെക്കുക. അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? നോക്കാം, ഇതൊക്കെയാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്.
ഇനി ഫോർ അപ്പോൾ നമ്മൾ ഇനി ഞാനൊരു കാര്യം കൂടെ കാണിച്ചത് സാധാരണ നമ്മോട് ചോദിക്കാറുണ്ട് കുറച്ച് നമ്മൾ തെർമോഡൈനാമിക് പ്രസ് വെച്ചിട്ട് തെർമോഡൈനാമിക് പ്രസ്സിൻ്റെ ഒരു കമ്പാരിസൺ ചോദിക്കുകയാണ്. നമ്മൾ 4 തെർമോഡൈനാമിക്സ് പ്രസ് പഠിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള 4 പ്രസ്സാണ്. ഒന്നാമത്തത് ഐസോതെർമൽ, രണ്ടാമത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അഡയബാറ്റിക്. ഇവർ തമ്മിലാണ് എപ്പോഴും കമ്പയർ ചെയ്യാൻ ചെയ്യിക്കോട്ടോ. ഗ്രാഫ് വെച്ച് അധികം കമ്പാരിസൺ ഇവർ തമ്മിലായിരിക്കും. മൂന്നാമത്താണ് ഐസോകോറിക്, നാലാമത്താണ് ഐസോബാറിക്. ഇതിന്റെ ഗ്രാഫ് ചെയ്യാനൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഗ്രാഫ് നമ്മൾ വരക്കാൻ പറയാം. പി വി ഗ്രാഫ് വരക്കുമ്പോൾ നോക്കാം. പി വി ഗ്രാഫ് വരക്കുമ്പോൾ പ്രഷർ പി, വോളിയം ഇവിടെ ഇങ്ങനെയാണ് വരക്കുന്നത്. അപ്പോൾ നോക്കുക ഐസോതെർമൽ, ഞാൻ എക്സ്പാൻഷനാണ് വരക്കുന്നത്. ഇവിടെ എല്ലാവരും എക്സ്പാൻഷനാണ്, എല്ലാവരും ഗ്രാഫ് എക്സ്പാൻഷനാണ്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വോളിയം എന്താ ചെയ്യുക, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഇങ്ങനെ ഗ്രാഫ് വരക്കുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് വരച്ചുണ്ട്, ഇങ്ങനെ ഒന്ന് വരക്കുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് വരക്കുന്നുണ്ട്, ഇങ്ങനെ ഒന്ന് വരക്കുന്നുണ്ട്. അപ്പോൾ നോക്കുക ഇതിങ്ങനെ നമ്പർ ചെയ്തിട്ടുണ്ട്. 1 2 3 4 എന്ന് നമ്പർ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഐസോതെർമൽ, ഏതൊക്കെയാണ് അഡയബാറ്റിക് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് കമ്പയർ ചെയ്യാൻ ചോദിക്കണം. ഈ 4 ഗ്രാഫുകളിൽ ഏതാണ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഐസോതെർമൽ ഏത്, അഡയബാറ്റിക് ഏത്, ഐസോകോറിക് ഏത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കാം, പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും 1 2 ഇതിൽ. ഒന്നാമത്തതിൽ നോക്കുക നിങ്ങൾ. ഒന്നാമത്തേൽ പ്രഷറാണ് കോൺസ്റ്റന്റ്. അപ്പോൾ ഒന്നാമത്തേത് എന്തായിരിക്കണം, ഐസോബാറിക് ആയിരിക്കും. നാലാമത്തേൽ വോളിയാണ് കോൺസ്റ്റന്റ്. അപ്പോൾ നാലാമത്തെ എന്തായിരിക്കണം, ഐസോകോറിക് ആയിരിക്കണം. 2 ബാക്കിയുണ്ട്. 2 ബാക്കിയുമ്പോൾ 2 പ്രസ് ബാക്കിയുണ്ട്. ഒന്ന് ഐസോതെർമലാണ്, മറ്റേത് അഡയബാറ്റിക് ആയിരിക്കണം. രണ്ടിൻ്റെ ഏകദേശം ഗ്രാഫിക്കലുള്ള ഹൈപ്പർബോളിക് ഷേപ്പ് ആയിട്ട്. പക്ഷേ എപ്പോഴും സ്ലോപ്പ് കൂടിയത് ഐസോ അഡയബാറ്റിക് ആയിരിക്കും, സ്ലോപ്പ് കുറഞ്ഞതായിരിക്കും ഐസോതെർമൽ ആയിരിക്കും. അപ്പോൾ നോക്കാം ഇവിടെ ഇങ്ങനെ സ്ലോപ്പ് നോക്കാം. നമ്മൾ ടാൻജന്റ് വരച്ചു നോക്കാം. ടാൻജന്റ് വരക്കുമ്പോൾ നിങ്ങൾ നോക്കാം, ഇതിനാണ് സ്ലോപ്പ് കൂടുതൽ, ഇതിന് സ്ലോപ്പ് എന്താണ്, കുറവാണ്. ചെരിവ് കൂടുതൽ മൂന്നാമത്തേതിനാണ്, ചെരിവ് കുറവ് രണ്ടാമത്തേതിനാണ്. അപ്പൊ രണ്ടാമത്തത് ഐസോതെർമലാണ്, മൂന്നാമത്തത് അഡയബാറ്റിക് ആണ്. പറഞ്ഞ മനസ്സിലായി. അപ്പൊ ഇത് എക്സ്പാൻഷന്റെ കേസിലാണ് ഈ സംഭവങ്ങളൊക്കെ വരിക. പറഞ്ഞ മനസ്സിലായോ? ഇനി ഇതിന്റെ വർക്കും കൂടെ ഞാൻ ഇങ്ങോട്ട് കമ്പയർ ചെയ്യിക്കണം. വർക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രാഫ് പി വി ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ പി വി ഗ്രാഫിന്റെ താഴോട്ടുള്ള ഏരിയ നിങ്ങൾ നോക്കട്ടെ. അപ്പൊ ഇതിൽ എപ്പോഴും നോക്കുക, താഴേക്ക് കൂടുതൽ ഏരിയ എവിടെ വരുന്നത്, ഐസോബാറിക്കിനാണ് വർക്ക് കൂടുതൽ, ഗ്രേറ്റർ ദാൻ. പിന്നെ താഴോട്ട് കൂടുതൽ വരുന്നത് ഐസോതെർമലാണ്. ഐസോതെർമലിന്റെ വർക്ക് കൂടുതലാണ്. പിന്നെ വരുന്നതാണ് അഡയബാറ്റിക്. ലാസ്റ്റ് ആര് വരുള്ളൂ, ഐസോകോറിക് വരുള്ളൂ. കാരണം ഐസോകോറിക്കിന്റെ ആ വർക്ക് എത്ര ആയിട്ട് വരിക, അവിടെ 0 ആയിട്ട് വരിക. ഗ്രാഫിന്റെ താഴോട്ടാണ് ഏരിയ അണ്ടർ ദി കർവ് ആണ് നോക്കേണ്ടത്. കൂടുതൽ ഐസോബാറിക്, പിന്നുള്ളത് ഐസോതെർമൽ, പിന്നുള്ളത് അഡയബാറ്റിക്. ലാസ്റ്റ് നമുക്ക് ഐസോകോറിക്, അതിന്റെ താഴേക്ക് ഏരിയ ഒന്നും വരുന്നില്ല. ഐസോകോറിക്കിൽ വർക്കാണ് 0, നമ്മൾ അതിനെ പഠിച്ചിട്ടുണ്ട്. അത് മനസ്സിലായോ? ഇതേപോലെ ഞാൻ ചോദിക്കണം എക്സ്പാൻഷൻ ചോദിക്കണം. കംപ്രഷൻ ചോദിക്കണം. എന്താണ് ഈ കംപ്രഷൻ എന്ന് പറഞ്ഞാൽ? കംപ്രഷൻ എന്ന് പറഞ്ഞാൽ വോളിയം കുറയുന്ന പ്രൊസസ്സിനാണ് നമ്മൾ സാധാരണ എന്താ പറയുക, കംപ്രഷൻ എന്ന് വിളിക്കാം. ഒരു സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ വോളിയം എന്ത് ചെയ്യണം, അവിടെ കുറയണം. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കും. ഇവിടെ ഇങ്ങോട്ട് വരക്കുന്നുണ്ട്. പ്രഷർ നോക്കുക നിങ്ങളിവിടെ, ഈ ആക്സിൽ പ്രഷർ, ഇവിടെ വോളിയം ഇങ്ങനെ വരക്കുന്നുണ്ട്. ഇങ്ങനെ വരക്കുന്നത്, ചെറിയൊരു മാറ്റം. ഇങ്ങനെ ഇങ്ങനെ വരക്കുന്നുണ്ട്, ഇങ്ങനെ വരക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെ വരക്കണം, ഇങ്ങനെ വരക്കണം. അപ്പോൾ നോക്കാം, ഇവിടെ മാർക്ക് 2 3 4 എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ പെട്ടെന്ന് കിട്ടും. ഒന്നാമത്തേൽ വോളിയാണ് കോൺസ്റ്റന്റ്, വോളിയം ഒന്നും മാറുന്നില്ല. ഒന്നാമത്തേത് ഐസോകോറിക്കാണ്. രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തും നമുക്ക് പെട്ടെന്ന് അറിയാം. നാലാമത്തതിൽ വോളിയാണ് കോൺസ്റ്റന്റ്. നാലാമത്തെ ഏതായിരിക്കും, ഐസോബാറിക്. ഇത് കംപ്രഷന്റെ ഗ്രാഫ് ഉണ്ട്. കംപ്രഷൻ വോളിയം കുറയണം. 2 ബാക്കിയുണ്ട്, ഐസോതെർമൽ ഉണ്ട്, അഡയബാറ്റിക് ഉണ്ട്. അത് നോക്കണം എന്നുണ്ടെങ്കിൽ നോക്കുക, നമ്മൾ സ്ലോപ്പാണ് നോക്കേണ്ടത്. സ്ലോപ്പ് കൂടിയൊരു അഡയബാറ്റിക് ആയിരിക്കും, കുറഞ്ഞ അളവായിരിക്കും ഐസോതെർമൽ ആയിരിക്കും. അപ്പോൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, സ്ലോപ്പ് കാണാൻ നമ്മളൊരു സെയിം പോയിന്റ് എടുക്കുക. ഈ സെയിം പോയിന്റിൽ ടാൻജന്റ് വരക്കുക. ടാൻജന്റ് വരക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ ടാൻജന്റ്, ആരാ നന്നായി ചെരിഞ്ഞിരിക്കണേ, ഇതിനാണോ ചെരിവ് കൂടുതൽ, ഇങ്ങനെ പോകണ ആൾക്കാണ് ചെരിവ് കൂടുതൽ, രണ്ടാമത്തേനാണ് ചെരിവ്. അപ്പോൾ രണ്ടാമത്തത് അഡയബാറ്റിക് ആയിരിക്കും. രണ്ടാമത്താണ് അഡയബാറ്റിക്. ഈ താഴെ എന്താ, ഇത് ഇയാൾക്ക് ചെരിവ് കുറവാണ്. മൂന്നാമത്തെ ഏതായിരിക്കും, ഐസോതെർമൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കണം, ഇത് കംപ്രഷനാണ്, തെറ്റിക്കും. കംപ്രഷനാണ്. കംപ്രഷന്റെ ഗ്രാഫില്
ഈ താഴെ വരുന്ന ആൾ ഐസോതെർമൽ ആയിരിക്കും, മേലെ വരുന്ന ആൾ ഏതായിരിക്കും? അഡയബാറ്റിക് ആയിരിക്കും. അപ്പോൾ മനസ്സിലായോ? ഇനി ഇതിന്റെ വർക്ക് നോക്കുമ്പോൾ വർക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കുക, വർക്ക് കൂടുതലുള്ളത് ഐസോകോറിക്കിൽ ഏറ്റവും കുറവാണ്, വർക്ക് കൂടുതലുള്ളത് അഡയബാറ്റിക് ആണ്. അഡയബാറ്റിക്കിന്റെ താഴേക്കാണ് വർക്ക് കൂടുതലുള്ളത്. പിന്നുള്ളത് ഐസോതെർമൽ, പിന്നുള്ളത് ഐസോബാറിക്, ലാസ്റ്റ് വീണ്ടും ഐസോകോറിക്. കാരണം ഐസോകോറിക്കിൽ വർക്ക് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നോക്കണം, എക്സ്പാൻഷൻ ഉണ്ട്, കംപ്രഷൻ ഉണ്ട്. വോളിയം കുറയുന്നതാണ് കംപ്രഷൻ, വോളിയം കൂടുന്നതാണത് എക്സ്പാൻഷൻ. അതിനനുസരിച്ച് ഗ്രാഫുകളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്. അപ്പോൾ മെയിൻ ആയിട്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഗ്രാഫിക്കിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ ആക്സിലാണ് പാരാമീറ്റേഴ്സ് തന്നു നോക്കണം. അധികം ചോദിക്കുക പി വി ഗ്രാഫ് ആയിരിക്കും. പി വി ഗ്രാഫ് ആകുമ്പോൾ നോർമലി നമ്മളുടെ എക്സ് ആക്സിൽ വോളിയം ആയിരിക്കും, കാരണം അതാണ് ഒരു ഇൻഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ്. വൈ ആക്സിൽ ഡിപെൻഡന്റ് പാരാമീറ്റേഴ്സ് വരിക, അതാണ് പ്രഷറായിട്ട് വരക്കാൾ. തിരിച്ചു തന്നാലൊക്കെ കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യാൻ പറ്റും, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നീറ്റിന് സാധാരണ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുക വെയിറ്റേജ്. ഈ വർഷം ബി സെക്ഷൻ ഒക്കെ ഒഴിവാക്കിയത് കൊണ്ട് ഒരു ക്വസ്റ്റ്യനിൽ ഒതുങ്ങാനാണ് ചാൻസ് ഉള്ളത്. 45 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഇത് തെർമോഡൈനാമിക്സ് വരെ വരും. അത് ഗ്രാഫിക്കലി ആയിരിക്കും. തെർമോഡൈനാമിക് പ്ലസ് എന്നായിരിക്കും ആദ്യം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. മെജോറിറ്റി ക്വസ്റ്റ്യൻ അവിടെ നിന്നാണ് ചോദിച്ചു കണ്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നീറ്റ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ടേക്കൺ ത്രൂ എ സൈക്കിൾ ABCDA. The work done by the gas along the path BC. അപ്പോൾ ഇതിങ്ങനെ തന്നിട്ടുണ്ട് അവിടെ. ഗ്രാഫ് പി വി ഗ്രാഫാണ്. അപ്പോൾ നോക്കണം എവിടെയാണ് വോളിയം. എക്സ് ആക്സിൽ വോളിയം പ്രശ്നമില്ല, വൈ ആക്സിൽ പ്രശ്നം കുഴപ്പമില്ല. ഇനി ഇതിപ്പോൾ ഒരു ടോട്ടലി സൈക്ലിക് പ്രോസസ് ആണ്. അയച്ചിട്ട് ഇങ്ങോട്ട് അത് സൈക്ലിക് പ്രോസസ് ആകുമ്പോൾ സൈക്ലിക് പ്രോസസിന്റെ വർക്ക് അല്ല ചോദിച്ചിരിക്കുന്നത് അവിടെ. ചോദിച്ചത് ഇതിലൊരു പെർട്ടിക്കുലർ പ്രോസസിന്റെ വർക്ക് മാത്രമാണ് ചോദിച്ചത്. BCയുടെ വർക്ക് എത്രയെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അവിടെ. അല്ലാതെ ആ ലൂപ്പ് കാണുമ്പോഴേക്കിന് ടോട്ടൽ വർക്ക് എടുക്കാൻ പോയാൽ ലൂപ്പിന്റെ അകത്തുള്ള ഏരിയ നോക്കും നിങ്ങൾ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ആൻസർ തെറ്റായിട്ട് വരും. പറഞ്ഞാൽ മനസ്സിലായി? ഇവിടെ ചോദിച്ചത് BCയുടെ മാത്രമാണ്. എന്ന് ബിയിലേക്ക് പോകുന്നു, ബിന്ന് സിയിലേക്ക് പോകുന്നു, സിയിൽ നിന്ന് ഡിക്കൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഓക്കെ. ഡിന്ന് എക്ക് വരുന്നുണ്ട്. ടോട്ടൽ പ്രോസസ് സൈക്ലിക് ആണ്. സൈക്ലിക്കിന്റെ വർക്ക് അല്ല ചോദിച്ചത് അവിടെ. ഇതിലൊരു പെർട്ടിക്കുലർ പ്രോസസ് ഉണ്ട് BC. ആ BCയുടെ വർക്ക് എത്രയെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അവിടെ. അപ്പോൾ നോക്കുക, ഈ BC എന്നുള്ള പ്രോസസ് നോക്കുമ്പോൾ നോക്കുക അവിടെ ആ വോളിയം മാറുന്നില്ല. BC എന്നുള്ളത് ഐസോകോറിക് ആണ്. BC ഐസോകോറിക് ആയതുകൊണ്ട് വോളിയം കോൺസ്റ്റന്റ് ആണ്. ഡെൽറ്റ V 0 ആണ്. അപ്പോൾ ഡെൽറ്റ W എന്തായിരിക്കും? 0. അപ്പോൾ BCയുടെ ആ പെർട്ടിക്കുലർ വർക്ക് എത്ര ആയിട്ടേ വരുള്ളൂ അവിടെ? 0 ആയിട്ടേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായ? BC മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A Carnot engine has an efficiency of 50% when it is a source is at a temperature 327 degrees Celsius. Then what is the temperature of sink? 2023 ക്വസ്റ്റ്യൻ ആണ് അവിടെ. അപ്പോൾ എഫിഷ്യൻസി ഓൾറെഡി തന്നിട്ടുണ്ട് 50%. സോഴ്സിന്റെ ടെമ്പറേച്ചർ ഞാൻ പറഞ്ഞു T1 വലുതെടുക്കണം 327 ഡിഗ്രി സെൽഷ്യസ്. കെൽവിനിക്ക് അപ്പം തന്നെ ആക്കുക. 273 ആഡ് ചെയ്യുക. 273 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 600 കെൽവിൻ. ടെമ്പറേച്ചർ ഓഫ് സിങ്കിന്റെ ടെമ്പറേച്ചർ T2 ആണ് കാണുന്നത്. കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ അറിയാം. എഫിഷ്യൻസി ഈക്വൽ ടു 1 - T2 / T1. പെർസെൻറ്റേജ് ആയതുകൊണ്ട് 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 50 ഈക്വൽ ടു 1 - T2 അറിയില്ല, T1 അറിയാം, 600 × 100. അതായത് 1/2 ഈക്വൽ ടു 1 - T2 / 600. അപ്പോൾ ഇവിടെ കിട്ടും T2 / 600 ഈക്വൽ ടു 1/2. അപ്പോൾ ഇതിന് നമുക്ക് കാണേണ്ടത് T2 ഈക്വൽ ടു 600 / 2. ആൻസർ എത്ര വരും? 300 കെൽവിൻ വരും. 300 കെൽവിൻ ആണ്. 300 കെൽവിൻ ആണ്. അങ്ങനത്തെ ഓപ്ഷൻ ഒന്നും ഇവിടെ കാണാനില്ല. സെൽഷ്യസിലാണ്. അപ്പോൾ കെൽവിൻ നിങ്ങൾ വീണ്ടും ഇതിലേക്ക് മാറ്റുക. സെൽഷ്യസിക്കാക്കുക. കെൽവിൻ സെൽഷ്യസിക്കാക്കാൻ 273 മൈനസ് ചെയ്യുക. 273 മൈനസ് അല്ല, ആൻസർ വരും 27 ഡിഗ്രി സെൽഷ്യസ്. പറഞ്ഞാൽ മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അത് 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫിക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്, അനലിറ്റിക്കലാണ്. ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കുക എന്തൊക്കെയാണ് തന്നിക്കുന്നത്. എക്സ് ആക്സിൽ വോളിയാണ്, വൈ ആക്സിൽ പ്രശ്നം. നോർമലി നമ്മൾ പഠിച്ച പോലെ തന്നെയാണ്. ദോസ് പ്ലസ് ആർ അഡയബാറ്റിക്. അത് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അതിന് ഐഡിയ undergoes 4 different processes from some initial state as shown figure. Those processes are adiabatic, isothermal, isocoric. ഇതിൽ isothermal ഉണ്ട്, adiabatic ഉണ്ട്, isocoric ഉണ്ട്, adiabatic ഉണ്ട്. The curve which represents the adiabatic process 1, 2, 3, 4. അതിൽ adiabatic ഏതെന്നാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത്. ആ 4 നിങ്ങൾ adiabatic ഐഡന്റിഫൈ നമ്മൾ നോക്കുക. എക്സ്പാൻഷൻ ആണ്. 4 ഒരിക്കലും അല്ല, 4
പറഞ്ഞിട്ട് ഐസോബാറിക്, 1 ഐസോകോറിക്, 2 3 ഉണ്ട്. 2 3 നമ്പർ ചെയ്യുന്നതൊക്കെ എങ്ങോട്ടാണ് നോക്കണം, താഴെ മേലേക്കാണ് നമ്പർ ചെയ്യുന്നത്, അതൊന്നും മാറിപ്പോകരുത്. ഇതിൽ സ്ലോപ്പ് കൂടി എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഷൻ ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് അടി കിടക്കണ അഡയബാറ്റിക് ആയിരിക്കും. അടി കിടക്കണ അഡയബാറ്റിക്. അപ്പോൾ ഇതിൽ രണ്ടാമത്തതാണ് അഡയബാറ്റിക് ആയിട്ട് വരിക. സ്ലോപ്പ് കൂടിയ ആൾ രണ്ടാണ് കണ്ടോ, സ്ലോപ്പ് കൂടിയ ആളാണ്. സ്ലോപ്പ് കൂടിയത് താഴെ 2. അപ്പോൾ ആൻസർ എ. രണ്ടാമത്തെ ഗ്രാഫ് ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ ആയിട്ട്. താഴെന്നാണ് നമ്പർ ചെയ്യുന്നത് 1 2, ഇങ്ങോട്ടാണ് നമ്പർ ചെയ്യുന്നത്. പി വി ഡയഗ്രാം ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ഇൻ എ പൊസിഷൻ സിലിണ്ടർ അസംബ്ലി അണ്ടർഗോ എ തെർമോഡൈനാമിക് പൊസിഷൻ ഓൺ ഫിഗർ. ദ പ്രോസസ് ആ പ്രോസസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 2020 നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. പി വി ഡയഗ്രാം അതുകൊണ്ട് നോർമലി നമ്മൾ ചെക്ക് ചെയ്യണം എപ്പോഴും ഇതാ ഇവിടെ തന്നെയാണ് വോളിയം. എക്സ് ആക്സിലാണ് വോളിയം, വൈ ആക്സിലാണ് പ്രഷർ ഉള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ പ്രഷർ കോൺസ്റ്റന്റ്, വോളിയം ചേഞ്ച് പക്ഷേ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായോ? പ്രഷർ മാറുന്നില്ലല്ലോ. പ്രഷർ മാറുന്നില്ല ഇനി ഏതാ വേറെ നോക്കേണ്ട കാര്യമില്ല, ഐസോബാറിക് ആയിരിക്കും. മനസ്സിലായോ? പി വി ഡയഗ്രാം പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഐസോബാറിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫിഷ്യൻസി ഓഫ് ആൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഓക്കെ, എഫിഷ്യൻസിയാണ് കാണാൻ പോകുന്നത്. എഫിഷ്യൻസി കാണുമ്പോൾ കാര്യം മനസ്സിലാക്കണം, 2 ടെമ്പറേച്ചർ വേണേ, ഒന്ന് T1 എടുക്കണം, ഒന്ന് T2 എടുക്കണം. എഫിഷ്യൻസി ഇക്വേഷൻ 1 - T2/T1 ഇൻറ്റു പെർസെൻറ്റേജിലാണ് ഓപ്ഷനിൽ കിടക്കുന്നത്, അതുകൊണ്ട് 100 ചെയ്യാം. 2 ടെമ്പറേച്ചർ, ഒന്ന് ഫ്രീസിംഗ് പോയിന്റ് ആണ്. ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത് ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വലുത് T1, ചെറുത് T2. അപ്പോൾ ഇത് 373 കെൽവിൻ, ഇത് 273 കെൽവിൻ. അപ്പോൾ ഇവിടെ നോക്കുക, ഈറ്റ ഈക്വൽ ടു 1 - 273 ഡിവൈഡഡ് ബൈ 373 ഇൻറ്റു 100. ഓപ്ഷനൊക്കെ ഒന്ന് നോക്കട്ടെ. ഓപ്ഷനൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കാൽക്കുലേഷൻ നമ്മൾ പ്രൊസീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 1 - നിങ്ങൾ ഏകദേശം ക്യാൻസൽ ചെയ്യുമ്പോൾ ഏകദേശം 1 - 2/3. അപ്പോൾ ഇവിടെ ഏകദേശം ഇങ്ങനെയൊക്കെ വരും. 1 - 2/3 ഇത് 1/3 കുറച്ച് കുറഞ്ഞിട്ടൊക്കെ വരണം. നിങ്ങൾ ഇവിടെ നോക്കുക, ഇത് ഏകദേശം 250 350 ഒക്കെ നിങ്ങളൊരു ഐഡിയക്ക് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 1 - 273/373, അതായത് ഏകദേശം 1 - 2/3. അപ്പോൾ ഏകദേശം 1/3. അപ്പോൾ ആ ഒരു 30% ഇങ്ങനെ അടുത്ത ആൻസർ ആയിരിക്കണം. അങ്ങനെ അടുത്ത ആൻസർ ആയിട്ട് വരുമ്പോൾ ഇവിടെ കാണുന്നത് ഇപ്പോൾ ഏതാണ്, 26.8%. കാൽക്കുലേഷൻ നിങ്ങൾ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ ഇത് ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, അത് കൂടുതൽ ചെയ്ത് സമയം കളയരുത്. നമുക്ക് 1 മിനിറ്റുള്ള ആൻസർ കണ്ടെത്താനുള്ളതാണ്. പെട്ടെന്ന് കിട്ടൂടെ ആൻസർ 26.8% ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an ideal gas is compressed to half its initial volume by means of several processes. Which of the following processes result the maximum work done on the gas? കംപ്രസ്ഡ് പറഞ്ഞിട്ടുണ്ട്. കംപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്പാൻഷൻ ആണ്. കംപ്രസ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഒക്കെ എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഷനിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്രോസസ് മാക്സിമം വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ്. എക്സ്പാൻഷനിൽ എവിടെയാണ് മാക്സിമം വർക്കാണ് ചോദിച്ചത്? ഇവിടെ കംപ്രസി അല്ലേ, സോറി കംപ്രസർ ആണ്. അപ്പോൾ കംപ്രഷൻ, എക്സ്പാൻഷൻ അല്ല, സോറി കംപ്രഷൻ. ഐഡിയൽ ഗ്യാസ് ഈസ്, ക്വസ്റ്റ്യൻ ശരിക്കും നോക്കണം. ഐഡിയൽ ഗ്യാസ് ഈസ് കംപ്രസ്ഡ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് വോളിയം. വി എന്നുള്ള വോളിയം അവിടെ V/2 ആയിട്ട് മാറുകയാണ്. അതായത് പ്രോസസ്സുകളൊക്കെ കംപ്രഷനാണ്. ഒരു ഐസോതെർമൽ കംപ്രഷൻ ഉണ്ട്, ഒരു അഡയബാറ്റിക് കംപ്രഷൻ ഉണ്ട്, ഒരു ഐസോബാറിക് കംപ്രഷൻ ഉണ്ട്, ഒരു ഐസോകോറിക് കംപ്രഷൻ ഉണ്ട്. ഇവിടെ ഏതിലാണ് വർക്ക് ഡൺ മാക്സിമം ആയിട്ട്? അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കംപ്രഷന്റെ ഗ്രാഫുകൾ ഇങ്ങനെയല്ലേ, ഒന്ന് ഇങ്ങോട്ട് വരണം, ഒന്നിങ്ങനെ. വർക്ക് ഡൺ മാക്സിമം ആണ് ചോദിച്ചത്. വർക്ക് ഡൺ മാക്സിമം വരെ അഡയബാറ്റിക് ആണ്. അപ്പോൾ ഇത് താഴെ വരുന്നത് ഐസോബാറിക് ആണ്, ഇങ്ങനെ പോണത് ഐസോകോറിക് ആണ്. സ്ലോപ്പ് കൂടിയത് അഡയബാറ്റിക് ആണ്, സ്ലോപ്പ് കുറഞ്ഞത് ഐസോതെർമലാണ്. ആരുടെ താഴെ കൂടുതൽ ഏരിയ? അഡയബാറ്റിക്കിൻ്റെ. അപ്പോൾ അഡയബാറ്റിക്കിലാണ് മാക്സിമം വരേണ്ടത് കേട്ടോ. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടത്. കംപ്രഷൻ കർവ് ഉണ്ട്, അത് നോക്കുക. അഡയബാറ്റിക്കിലായിരിക്കും വർക്ക് മാക്സിമം ആയിട്ട് വരും. ഫോർ ആൻ അഡയബാറ്റിക് പ്രോസസ്സ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം ശ്രദ്ധിക്കണം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് ഞങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റും. ഫോർ ആൻ അഡയബാറ്റിക് പ്രോസസ് ദ ഹീറ്റ് ഗിവൻ ടു ദ സിസ്റ്റം ഈസ് 0. കറക്റ്റ് ആണല്ലോ. അഡയബാറ്റിക് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യില്ല, റിലീസ് ചെയ്യില്ല.
വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം മേ ഓർ മേ നോട്ട് ബി സീറോ. വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം മേ ഓർ മേ നോട്ട് ബി സീറോ, അത് റോങ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. അപ്പോൾ ഓൺലി 1 കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏത് മാത്രമേ വരുള്ളൂ? 1 മാത്രം. ഓൺലി 1 മാത്രമേ കറക്റ്റ്. വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ഒരിക്കലും എന്തായിട്ട് വരില്ല? 0 ആയിട്ട് വരില്ല. അഡയബാറ്റിക്കിൽ എപ്പോഴും വർക്ക് ഉണ്ടാവും. ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ് ഐസോതെർമൽ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രഷർ ഓഫ് എ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് വേരീസ് ഇൻവേഴ്സ്ലി ഇറ്റ്സ് വോളിയം. കറക്റ്റ് ആണ്. ഐസോതെർമൽ ആകുമ്പോൾ പി വി കോൺസ്റ്റന്റ് ആണ്. പി വി കോൺസ്റ്റന്റ് പി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ബി പ്രഷർ വേരീസ് മാസ് ഓഫ് ഗ്യാസ് ഇൻവേഴ്സ്ലി. കറക്റ്റ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. ഡ്യൂറിങ് എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ് ഓൺ എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഷൻ ആവുമ്പോൾ പി ഇൻറ്റു ഡെൽറ്റ വി. എക്സ്പാൻഷൻ ആവുന്ന സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യാണ്. വോളിയം പോസിറ്റീവ് ആയതുകൊണ്ട് ഏത് എക്സ്പാൻഷൻ ആണെങ്കിലും വർക്ക് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഐസോതെർമൽ അല്ല, പിന്നെ ഐസോതെർമൽ എക്സ്പാൻഷൻ ആയാലും ഐസോബാറിക് എക്സ്പാൻഷൻ ആയാലും ഒക്കെ വർക്ക് പോസിറ്റീവ് ആയിട്ടുണ്ട്. ഡ്യൂറിങ് കംപ്രഷൻ ഹീറ്റ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആട്ടോ. 1, 2 കറക്റ്റ് ആണ്. അങ്ങനത്തെ ഓപ്ഷൻ വരണം അവിടെ. 1, 2 കറക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ബിയും വരാം, ഡിയും വരാം. അപ്പോൾ മൂന്നാമത്തും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ. ചെക്ക് ചെയ്യണം. ഡ്യൂറിങ് കംപ്രഷൻ ഹീറ്റ് ഈസ് റിലീസ്ഡ്. നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഹീറ്റിന്റെ ക്വസ്റ്റൻ ആകുമ്പോൾ ഹീറ്റിന്റെ ഇക്വേഷൻ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇവിടെ നമ്മൾ പറയേണ്ടത് ഐസോതെർമൽ ആണ്. ഡെൽറ്റ യു 0, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു എന്ത് വരും? ഡെൽറ്റ ഡബ്ല്യു. കംപ്രഷൻ ആണ്. ഐസോതെർമൽ കംപ്രഷനിൽ ഡെൽറ്റ ഡബ്ല്യു എന്തായിട്ട് വരും? നെഗറ്റീവ്. അപ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു നെഗറ്റീവ് ആയിട്ട് വരും. ഡെൽറ്റ ക്യൂ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഹീറ്റ് എന്തായിരിക്കും? റിലീസ്ഡ് ആണ്. ഓക്കെ. അപ്പോൾ 1 കറക്റ്റാണ്, 2 കറക്റ്റാണ്, 3 കറക്റ്റാണ്. അപ്പോൾ ഡി ആണ് ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പറഞ്ഞു മനസ്സിലായോ? നെക്സ്റ്റ്, സ്റ്റഡി ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഡെൽറ്റ ക്യൂ ആൻഡ് ഡെൽറ്റ ഡബ്ല്യു ആർ പാത്ത് ഇൻഡിപെൻഡന്റ്. ഡെൽറ്റ ക്യൂ ഡെൽറ്റ ഡബ്ല്യു മനസ്സിലാക്കാൻ അത് പാത്ത് ഫംഗ്ഷൻ ആണ്. അത് പാത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു ഇസ് പാത്ത് ഡിപ്പെൻഡന്റ്. എന്താണ് ഈ ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു? അത് ഡെൽറ്റ യു അല്ലേ? ഡെൽറ്റ യു ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഇൻറ്റർജി സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പാത്ത് ഇൻഡിപെൻഡന്റ്. പാത്തിന് ഡിപ്പെൻഡ് ചെയ്യും. ഇവിടെ പാത്ത് ഡിപ്പെൻഡ് എന്ന് കൊടുത്തപ്പോൾ അതും തെറ്റാണ്. മൂന്നാമത്തെ, when delta u 0 then heat supplied to the system is used up entirely by system doing work on the environment. കറക്റ്റ് ആണ്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലേ? ഡെൽറ്റ യു 0 അല്ലേ? ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു അല്ലേ? ഇനി നോക്കൂ, ഹീറ്റ് സപ്ലൈ ടു സിസ്റ്റം ഈസ് യൂസ്ഡ് അപ്പ് എൻറ്റയർലി ബൈ സിസ്റ്റം ഡൂയിങ് വർക്ക്. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇൻറ്റേജ് കൂടില്ല. കാരണം ഐസോതെർമലാണ് ഇവിടെ. ഡെൽറ്റ യു 0 എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഐസോതെർമൽ ആവാം, സൈക്ലിക് ആവാം. അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഇവിടെ എന്തായിട്ട് വരുന്നുണ്ട്? അവിടെ കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ് എന്തായിട്ട് മാറി? വർക്കായിട്ട് മാറി. കറക്റ്റാണ്. അപ്പോൾ ഏത് മാത്രമേ കറക്റ്റ് ആയിട്ട് വരുള്ളൂ? ഓൺലി 3. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്. ഈ ഒന്നാമത്തെ രണ്ടാമത്തെ റോങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വി കൺസിഡർ a thermodynamic system if delta u represent the increase in energy change and w the work done by the system. Which of the following statement is true? Delta u equal to minus delta w. Delta സിമ്പിൾ ആയിട്ട് w ചെയ്താൽ മോർ കറക്റ്റ്ലി നമ്മൾ ഡെൽറ്റ w ആണ്. ഇതൊക്കെ ചേഞ്ച് അവിടെ കാണാൻ കഴിയുള്ളൂ. ഇസ് എൻ ഐസോതെർമൽ പ്രോസസ്. ശരിയാണോ ചെക്ക് ചെയ്യണം. ഐസോതെർമൽ ഒക്കെ ഈ ഇക്വേഷൻ കേട്ടോ. ഫസ്റ്റ് ഓതെർമൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ യു 0 ആണ്. അപ്പോൾ ഒരിക്കലും തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റ്. ഡെൽറ്റ ഈക്വൽ ഡബ്ല്യൂന് ഐസോതെർമൽ പ്രോസസ്, അതും റോങ് ആണ്. ഡെൽറ്റ യു ഈക്വൽ മൈനസ് ഡെൽറ്റ ഡബ്ല്യൂന് അഡയബാറ്റിക് ആകുമ്പോൾ ഇക്വേഷൻ എടുക്കട്ടോ. ഡെൽറ്റ ക്യൂ ഈക്വൽ ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ അഡയബാറ്റിക്കിൽ ഡെൽറ്റ ക്യൂ 0 ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ ഡബ്ല്യു കറക്റ്റ് ആണല്ലോ. കറക്റ്റ് ആണ്. മൂന്നാമത്താണ് കറക്റ്റ് കേട്ടോ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്. ഓക്കെ. നാലാമത്തത് റോങ് ആണ്. അഡയബാറ്റിക്കിൽ ഡെൽറ്റ യു പ്ലസ് അല്ല, ഡെൽറ്റ ഡബ്ല്യു നെഗറ്റീവ്. ഓക്കെ. നെക്സ്റ്റ്, വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഡിപ്പെൻഡ് ഓൺ. വർക്ക് ഐസോതെർമലിന്റെ വർക്ക് ഇക്വേഷൻ എഴുതുക. NRT ln V2 ഡിവൈഡഡ് ബൈ V1. അപ്പോൾ നോക്കാം,
വർക്ക് നോക്കുക. വർക്കിന്റെ ഇക്വേഷൻ N നമ്പർ ഓഫ് മോൾസ്, R ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, ഐസോതെർമൽ ടെമ്പറേച്ചർ, V2/V1 എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ റേഷ്യോ. V2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയാണ്, V1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്തതിന്റെ റേഷ്യോ ആണത്. ബോത്ത് ടെമ്പറേച്ചർ ആൻഡ് എക്സ്പാൻഷൻ റേഷ്യോ രണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നു. V2/V1 എന്ന് പറഞ്ഞാൽ വോളിയം എക്സ്പാൻഡ് ചെയ്താണ്. V2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം, V1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയം. അപ്പോൾ ഇവിടെ എക്സ്പാൻഷൻ റേഷ്യോ ആണത്, അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻസർ സി. സ്ലോപ്പ് ഓഫ് ഐസോതെർമൽ അഡയബാറ്റിക് കർവ് ആർ റിലേറ്റഡ് ആസ്. ഐസോതെർമലിന്റെ അഡയബാറ്റിക്കിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അഡയബാറ്റിക്കിന്റെ സ്ലോപ്പ്, അഡയബാറ്റിക് കർവ് സ്ലോപ്പ് ഈക്വൽ ഗാമ ഇൻറ്റു ഐസോതെർമൽ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ക്ലാസ് 12. നെക്സ്റ്റ്, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് 1 to 4 വേരിയേഷൻ വോളിയം ചേഞ്ചസ് ഓഫ് പ്രഷർ ഈസ് ഷോൺ. എ ഗ്യാസ് ഇസ് ടേക്കൺ അലോങ് ദ പാത്ത് ABCDA. ദ ചേഞ്ച് ഇൻ എനർജി ഗ്യാസ് വിൽ ബി. ചേഞ്ച് ഇൻ എനർജി എങ്ങനെ ആയിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇൻഡേജ് ചേഞ്ച് 0, ഡെൽറ്റ യു 0 ആവും. എപ്പോഴും അറിയോ, സൈക്ലിക് പ്രോസസ്സിലൊക്കെ ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ തന്നതൊക്കെ സൈക്ലിക്കാണ്. എങ്ങനെ സൈക്ലിക്കാന്ന് ഐഡന്റിഫൈ ചെയ്യാം? സൈക്ലിക്കാന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കണം. PV ഗ്രാഫ് ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ പ്രോസസ്സൊക്കെ എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും. സൈക്ലിക്കാണ്. അപ്പോൾ 0 ഇൻ ആൾ 4 കേസസ്. 4 കേസിൽ ഇന്റർണൽ ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. 4 പ്രോസസ്സും സൈക്ലിക്കാണ്. സൈക്ലിക്കിലൊക്കെ ഇന്റർണൽ ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. ചൂസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഐസോബാറിക് പ്രസ്. PV ഈക്വൽ ടു കോൺസ്റ്റന്റ്. തെറ്റാണ്. ഐസോതെർമലിലാണ് PV കോൺസ്റ്റന്റ് ആയിട്ട് വരും. നെക്സ്റ്റ്, പിന്നെ നോക്കാം, ഇവിടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദ സിസ്റ്റം റിട്ടേൺസ് ടു ഇനീഷ്യൽ സ്റ്റേറ്റ്. അങ്ങനെ ആവണമെന്നില്ല. സിസ്റ്റം ഇനീഷ്യൽ സ്റ്റേറ്റിക്കൊന്നും തിരിച്ചു വരുന്നില്ല. ഐസോബാറിക്കിൽ അങ്ങനെ തിരിച്ചു വരുന്നില്ല. പ്രഷറേ കോൺസ്റ്റന്റ് ആവുള്ളൂ, വോളിയം ഒന്നും കോൺസ്റ്റന്റ് ആവില്ല. ഒക്കെ സെയിം ആവുമ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് ആവുക. ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ ഗ്യാസ് ഗോസ് പാർഷ്യലി ടു ഇൻക്രീസ് ഇൻ ദ എനർജി ആൻഡ് കറക്റ്റാണ്. ഐസോബാറിക്കിൽ നിങ്ങൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് എനർജി ആയിട്ട് ഇൻക്രീസ്, അതുപോലെ വർക്ക് ചെയ്യാൻ യൂസ്. അപ്പോൾ ഈ രണ്ടാമത്തെ മാത്രമേ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നീറ്റിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നീറ്റിനാണോ അതോ AIPMT ആണോ നോർമലി കറക്റ്റ്? അപ്പോൾ ഈ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2 ഗ്രാഫ് അഡയബാറ്റിക് കേട്ടോ. B എന്നുള്ളത് അഡയബാറ്റിക് ആണ്, A എന്നുള്ള രണ്ടിനെ കണ്ട ഒരേപോലെ തന്നെ കർവ് ആണ്. അതിന് ഗ്യാസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയാം. അപ്പോൾ നമുക്ക് ഗ്രാഫാണ്. ഗ്രാഫ് എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നെങ്കിൽ സ്ലോപ്പ് അല്ലെങ്കിൽ ഏരിയ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സ്ലോപ്പ് വെച്ച് നോക്കാം. അഡയബാറ്റിക് അല്ലേ? അഡയബാറ്റിക്കിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഗാമ ഇൻറ്റു P/V. അഡയബാറ്റിക്കിന്റെ സ്ലോപ്പ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ത് വരും? ഗാമക്ക് പ്രൊപ്പോർഷൻ ആയിരിക്കും. നോക്കാം, ഇവിടുത്തെ സ്ലോപ്പ് ഇത്. താഴെ സ്ലോപ്പ് കൂടുതലാണ്, മേലെ സ്ലോപ്പ് എന്താണ്? കുറവാണ്. സ്ലോപ്പ് ഓഫ് A ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് B. അതായത് ഗാമ ഓഫ് A ഗ്രേറ്റർ ദാൻ ഗാമ ഓഫ് B. എക്ക് ഗാമ കൂടുതലും ബിക്ക് ഗാമ എന്തായിരിക്കണം? കുറവായിരിക്കണം. അങ്ങനത്തെ ഗ്യാസാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? നോക്കുക, 2 ഗ്രാഫ് ഉണ്ട് അവിടെ. താഴത്തേന് സ്ലോപ്പ് കൂടുതൽ, മേലത്തേന് സ്ലോപ്പ് കുറവാണ്. രണ്ടും അഡയബാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ലോപ്പ് ഗാമക്ക് പ്രൊപ്പോർഷനാണ്. സ്ലോപ്പ് A ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് B ആണ്. അതായത് ഗാമ A ഗ്രേറ്റർ ദാൻ ഗാമ B ആണ്. A എന്നുള്ള ഗ്യാസിന് ഗാമ കൂടുതൽ, B എന്നുള്ള ഗ്യാസിന് ഗാമ എന്തായിരിക്കണം? കുറവായിരിക്കണം. അപ്പോൾ നോക്കുക, അങ്ങനത്തെ കോമ്പിനേഷൻ ആയിരിക്കണം അത് കിട്ടുന്നത്. ഒന്നാമത്തെ ആർഗൺ ഹീലിയാണ്. രണ്ടിൻ്റെയും ഗാമ സെയിം ആണ്. അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. 2 മോണോറ്റോമിക് ആണ്, രണ്ടിൻ്റെയും ഗാമ സെയിം. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഓപ്ഷനിൽ ആദ്യത്തേന് ഗാമ കൂടുതൽ, രണ്ടാമത്തേന് ഗാമ കുറവും. രണ്ടാമത്തെ ഓപ്ഷൻ പറ്റില്ല. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. സോറി രണ്ടാമത്തെ ഓപ്ഷൻ ഹീലിയാണ്, മറ്റേത് ഹൈഡ്രജൻ ആണ്. ഹീലിയത്തിന്റെ ഗാമ 1.67 ആണ്, ഹൈഡ്രജന്റെ ഗാമ 1.4 ആണ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് വരും. പറഞ്ഞു മനസ്സിലായോ? ആദ്യത്തേന് ഗാമ കൂടുതലാണ്, രണ്ടാമത്തേന് ഗാമ കുറവാണ്. മൂന്നാമത്തെ രണ്ടും, ഒന്ന് ഓക്സിജൻ, അടുത്തത് ഹൈഡ്രജൻ. രണ്ടും ഗാമ സെയിം ആണ്, പറ്റൂല. നാലാമത്തേന് ആദ്യത്തേന് ഗാമ കുറവാണ്, രണ്ടാമത്തേന് ഗാമ കൂടുതൽ. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എക്ക് ഗാമ കൂടുതലും ബിക്ക് ഗാമ കുറവാണ്. അപ്പോൾ അത് അവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ പ്രോസസ് ഡെൽറ്റ യു 0 ഫോർ ആൻ ഐഡിയലൈസസ് ക്യാൻ ബി ബെസ്റ്റ് റെപ്രസെന്റ് ബൈ ദ ഫോം ഓഫ് ഗ്രാഫ്. ഡെൽറ്റ യു 0 ആവുന്നത് ഏതാണെന്നാണ് ചോദിച്ചത്. ഡെൽറ്റ യു 0 ആവുന്ന 2 ടൈപ്പ് പ്രോസസ് നമ്മൾ പഠിച്ചില്ല. ഒന്ന് സൈക്ലിക്, അടുത്തത് ഐസോതെർമൽ. അപ്പൊ ഇതിലൊന്നും സൈക്ലിക് അല്ല. സൈക്ലിക്കിന്റെ ഒന്നും ക്ലോസ്ഡ് ലൂപ്പായിട്ട് കാണുന്നില്ല. അപ്പൊ അത് ഇനി ഒരിക്കലും വരില്ല. ഐസോതെർമൽ ഏതാ ചെക്ക് ചെയ്താൽ മതി. 2 പ്രോസസ്സിലാണ് ഡെൽറ്റ യു 0 ആവുക. ഒന്നെങ്കിൽ സൈക്ലിക് ആയിരിക്കണം, അല്ലെങ്കിൽ ഐസോതെർമൽ ആയിരിക്കും. ഈ തന്നതിൽ 4 സൈക്ലിക് ഇല്ല. അപ്പൊ ഇനി ഏത് നോക്കിയാൽ മതി?
ഐസോതെർമൽ നോക്കിയാൽ മതി. ഐസോതെർമൽ നോക്കുക, രണ്ടാമത്തെ ഗ്രാഫ് ഐസോതെർമലാണ്. പി ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1/v. ഓക്കെ, അതാണ് ഐസോതെർമലിന്റെ ഗ്രാഫ്. അപ്പോൾ അത് ΔU0. ഇനി ഇവിടെ തന്നിട്ടുണ്ട് an ideal monatomic gas is taken around the cycle ABCD as shown in the figure PV. അപ്പോൾ അതൊരു PV ഡയഗ്രം ആണ്, സൈക്ലിക് പ്രോസസ് ആണ്. കമ്പ്യൂട്ട് ദ വർക്ക് ഡൺ ഇൻ ദി പ്രോസസ്. വർക്ക് ഡൺ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ കാണാൻ വേണ്ടി PV ഗ്രാഫ് ആകുമ്പോൾ ലൂപ്പിന്റെ അകത്തുള്ള ഏരിയ നോക്കില്ല. ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. ട്രപ്പീസ് ഇത് പാരലോഗ്രാം ആണ്. പാരലോഗ്രാം ആകുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏരിയ കാണുമ്പോൾ നമുക്ക് വർക്ക് കിട്ടും. വർക്കാണ്. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ BH ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. BH എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം, ബേസിന്റെ ലെങ്ത് 6v0 മൈനസ് 3v0 ഇൻറ്റു ഹൈറ്റ് നോക്കുക 5p0 മൈനസ് 3p0. അപ്പോൾ ഇവിടെ 3v0 ഇൻറ്റു 2p0. അപ്പോൾ ആൻസർ വരും 6p0v0. 6p0v0. ഇനി നോക്കുക, ഇങ്ങനെ കൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ വർക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് ആക്സിൽ വോളിയാണ്, വൈ ആക്സിൽ പ്രഷറാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്തായിരിക്കും നെഗറ്റീവ്. അപ്പോൾ മോർ കറക്റ്റ് ആയിട്ട് ആണെങ്കിൽ എന്തായിട്ട് വരും, പോസിറ്റീവ് ആയിട്ട് വരും. കാരണം ലൂപ്പ് പോകുന്നത് ഇവിടെ ക്ലോക്ക് വൈസ് ആയിട്ടാണ്. മനസ്സിലായോ? അതാണ് നമ്മളെ ക്ലാസ് എന്തെന്ന് അവസാനിപ്പിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് പറഞ്ഞു, ഡിസ്കസ് ചെയ്തു. അപ്പോൾ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് തെർമോഡൈനാമിക് പ്രോസസ് എന്നുള്ള ഭാഗത്താണ് വരുന്നത്. ഐസോതെർമൽ, അഡയബാറ്റിക്, ഐസോകോറിക്, അതുപോലെ ഐസോബാറിക്, അതുപോലെ സൈക്ലിക്. ഇതിൻ്റെയൊക്കെ എക്സ്പാൻഷൻ ഉണ്ട്, കംപ്രഷൻ ഉണ്ട്, സ്ലോപ്പ് ഉണ്ട്, ഇക്വേഷൻ ഉണ്ട്, വർക്ക് ഉണ്ട്. ഇതൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കണം. ഗ്രാഫ് ചാപ്റ്റർ അനലിറ്റിക്കലാണ്. അനലിറ്റിക്കലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ചാപ്റ്റർ. അപ്പോൾ ചോദിക്കാൻ ചാൻസ്, ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. എല്ലാവരും ശരിക്കും പ്രിപ്പയർ ചെയ്യുക. സി യു നെക്സ്റ്റ് ചാപ്റ്റർ. ഇറ്റ്സ് ദി സൈൻ ഓഫ് RP ഫ്രം യൂണിവേഴ്സൽ.